വെൽക്കം ബാക്ക് ടു അനദർ ഗോ ഗൈസ്. അപ്പം മലേഷ്യ വന്നിട്ട് മൂന്നാമത്തെ ദിവസമായി. 2 നൈറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രാവിലെയാണ്. ഇവിടുത്തെ ഒരു 9 മണി 9:30 ആവുന്നു. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. നല്ല വെയിലാണ്. AC ഒക്കെ ഇട്ടുകൊണ്ട് അല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല ഇതിനകത്ത്. നല്ല വെയിലാണ് ഗൈസ്. രാവിലെ ഞാനൊരു ബ്ലാക്ക് കോഫി ഇട്ട് കുടിച്ച് റൂമിലുള്ള പയ്യൻ കിടന്നുറങ്ങുവാണ്. ഇന്ന് നമുക്ക് കോളേജിൽ പോകണം. വന്നിട്ട് 2 ദിവസമായി. 2 ദിവസം ഞാൻ പുറത്തൊക്കെ പോയി. അതൊന്നും എടുക്കാൻ പറ്റില്ല. ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു. മറ്റേ പഴയ വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ടില്ലേ, ഇന്നത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത് അപ്പ് ചെയ്യണം വ്ളോഗ്. അപ്പം ഇന്ന് നമുക്ക് മലേഷ്യയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇത് നമ്മളൊരു ഹൈവേ തൊട്ട് താഴെ മെയിൻ ഹൈവേ ഇതുണ്ട്. ഇത് മെട്രോ മെയിൻ ഹൈവേ. ഈ ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേക ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കാം. പിന്നെ വൈകിട്ടായി കഴിഞ്ഞാൽ ഇച്ചിരി കുറവായിരിക്കും, എന്നാലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. ഇവിടെ മോഡിഫിക്കേഷൻ ലീഗലാണ് കേസ്. എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും വണ്ടി കാണും, ഒരു പ്രോബ്ലം ഇല്ല. എങ്ങനെ വേണമെങ്കിലും സൗണ്ടോ എന്ത് വേണമെങ്കിലും വേണമെങ്കിൽ സൗണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വണ്ടിയുടെ സൗണ്ടൊന്നും ഒന്നുമല്ല. ഇവിടുത്തെ സൗണ്ടൊക്കെ കേൾക്കണം. ഇമാർ എന്നെ സാധനം അതൊക്കെ കയറ്റി വെച്ചേക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അമ്മാര് സൗണ്ടോ എന്ന് പറഞ്ഞ് പോകുന്നതാണ്. ഈ നമ്മുടെ നാട്ടിലെ ചെറിയ 150 cc ഒരു തരം ബൈക്കാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ബൈക്ക് അത്. ആ ബൈക്കിലും അമ്മമാർ കയറ്റുന്ന എക്സോസ്റ്റ് ആണ്. ബൈക്കാണ് 150 cc ഉള്ളു. ആ ബൈക്കാന്ന് വരുന്ന സൗണ്ട് അയ്യോ. ചിലമ്മ അതായത് ഡെലിവറിക്കൊക്കെ പോകുന്നവന്മാരായിരിക്കും, അങ്ങോട്ടും അതിൻ്റെ സൗണ്ട് വേണം. അതിന് നോർമൽ ആ വണ്ടിക്ക് സൗണ്ട് കുറവാണ്. ഇമാർ വലിയ എക്സോസ്റ്റൊക്കെ കയറ്റി അത് വെക്കുന്നതാണ്. ഭ്രാന്തന്മാരാണ്, കുഴപ്പമില്ല. ഇതിപ്പം മെയിൻ ഹൈവേ നിന്ന് നോക്കിയതുണ്ടോ, അതൊക്കെ മലയാണ്. അത് മലയോര പ്രദേശങ്ങളും ഉണ്ട് ഗൈസ്. നമ്മുടെ കോട്ടയം ജില്ലയിൽ നമ്മൾ ടൗണിലാണ്. കുറച്ച് മുണ്ടക്കയൊക്കെ സൈഡിലോട്ട് പോകുമ്പോഴത്തേ മലയോര പ്രദേശം എന്ന് പറഞ്ഞാൽ മലേഷ്യയുടെ ഒരു സൈഡ് ഫുള്ളും മലയും കാടും ഒക്കെ. മലേഷ്യ ഇഷ്ടംപോലെ കാണാനുണ്ട്. അങ്ങനെ കുറേ ടൈം കിടക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോന്നോന്ന് വഴിയെ കാണാം. കുറേ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നെന്തായാലും കോളേജ് എല്ലാം പറഞ്ഞിട്ടുണ്ട് 10 മണി കഴിയുമ്പോൾ എപ്പോഴെങ്കിലും പോരാനാണ്. അപ്പോൾ ഓഫീസൊക്കെ തുറന്നൊരു 10 മണി ഗൈസ്. മെട്രോ പോകുന്നു. ഇതാണ് മലേഷ്യൻ മെട്രോ. ഞാൻ എയർപോർട്ടിൽ വെച്ചൊന്ന് കയറിയായിരുന്നു. അതൊക്കെ എന്നെ സെറ്റപ്പാണ്. എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇമിഗ്രേഷനിലോട്ട് മെട്രോയിൽ പോകണം. ഇത് വന്നിറങ്ങുന്ന എയർപോർട്ട്. ആ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കിടക്കുന്ന പാർക്കിംഗ് ഏരിയയൊക്കെ അതുവഴിയൊക്കെ മെട്രോ ഇങ്ങനെ പോയി ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ഒരു 5-10 മിനിറ്റ് എങ്ങാണ്ട് മെട്രോയിൽ പോയിട്ട് അറൈവിൽ അപ്പുറത്തെ ഡിപ്പാർച്ചറിൽ തന്നെ. അവിടെ നിന്നാണ് നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജ് കിട്ടും. അങ്ങനെയാണ്. ആരെങ്കിലും മലേഷ്യക്ക് വരുന്നുണ്ട് നേരെ ഇറങ്ങി ഫ്ലൈറ്റ് ഇറങ്ങി നേരെ നടന്ന് വന്ന് അവിടെ ഒരു മെട്രോ ഉണ്ട്. ആ മെട്രോയിൽ കയറിയിട്ട് ഫസ്റ്റ് സ്റ്റോപ്പ് ആ സ്റ്റോപ്പിൽ ഇറങ്ങും. എല്ലാ പരിപാടിയും പഠിച്ച് പിന്നെ ഇന്നലെ കുക്ക് ചെയ്ത് പിന്നെ ഇന്നലെയൊക്കെ മിനിഞ്ഞാന്നൊക്കെ പുറത്ത് പോയി. അന്നേരം ഒന്നും വ്ളോഗ് എടുക്കാൻ ഫോണിൽ സ്പേസ് ഇല്ല. പിന്നെ ഞാൻ അന്ന് ഫുഡ് മേടിച്ച് ഞാൻ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ മഴ പൊടിയുന്നു ഗൈസ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ആവും ഗൈസ്. കോളേജിൽ പോകണം. ഇനി നമ്മൾ അപ്പുറത്തെ സ്റ്റേഷനിൽ നിന്ന് മെട്രോ വിളിച്ച് കോളേജിൽ ചെല്ലണമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. വഴിയെ ഞാൻ കാണിക്കാമല്ല. ഇനി ഇനി എണീക്കണം, എന്നിട്ട് പോകണം. എന്തായാലും നേരത്തെ പോയിട്ട് നേരത്തെ വരാൻ നോക്കി. ഇന്ന് കോളേജിൽ നിന്ന് മെഡിക്കലൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയാവുന്നുണ്ടോ. ഇവിടെ കുറേ പേരെയൊക്കെ കണ്ട് സംസാരിച്ചെന്ന്. കുറേ മലയാളികളൊക്കെ ഉണ്ട് ഇവിടെ. തൊട്ടപ്പുറം ഒരു ബ്രോ ഉണ്ട്. ബ്രോ എപ്പോഴും പണിയിലാണ്. ബ്രോയിൽ ലോജിസ്റ്റിക്സാണ് പഠിക്കും. ഞാനും ലോജിസ്റ്റിക്സ് പഠിക്കാൻ. ആർക്കും വലിയ അഭിപ്രായമൊന്നും ഇല്ല. പിന്നെ എങ്ങനെയൊക്കെ എല്ലാവരും ജീവിച്ചു പോകുന്നു. എല്ലാവർക്കും ഉള്ള രീതി എനിക്ക് പറഞ്ഞൊന്നുമില്ലല്ലോ. ചിലപ്പോൾ എനിക്കൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവർക്കും ഇവിടെ ഞാൻ കേട്ടിട്ട് എല്ലാവരും ഭയങ്കര നെഗടിപ്പിയിലാണ്. പിന്നെ നമ്മളത് കേട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇരിക്കത്തുള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ ഇരിക്കുന്നില്ല. ഞാൻ എൻ്റേതായിട്ട് ഓരോരോ വഴിക്ക് അങ്ങ് പോവുക. നമ്മൾ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് അവിടെ ഇരിക്കാനാണ് ഇരുന്ന് പോകത്തുള്ളൂ. അപ്പം നമ്മൾ ഇവിടം വരെ വന്ന് ഇനിയിപ്പോൾ ഇവർ പറയുന്നൊന്നും കേട്ടിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഗൈസ്. ഞാൻ രാവിലെ തന്നെ ഒത്തിരി കടന്ന് ഇപ്പോൾ ഒരു ഓറിയോ ബിസ്ക്കറ്റും ബ്ലാക്ക് ടീയും കുടിച്ചിട്ടിരിക്കുകയാണ്. ഇനിയെല്ലാം ബ്രെഡും ജാമൊക്കെ തിന്നുക. പിന്നെ ഇന്നലെ വൈകിട്ട് ചിക്കൻ കറി വെക്കാൻ നേരം എൻ്റെ കൈ 2 പ്രാവശ്യം മുറിഞ്ഞു. പുതിയൊരു കത്തി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ച് ഒന്ന് ഇങ്ങനെ മുറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ക്ലിക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെ കൊണ്ട് പിന്നെ ഒന്ന് ബാക്കിൽ കൊണ്ട് പടപെട്ട ചോര പോയി. ഇതൊന്നും അതെന്നെ മുറിച്ച് കത്തി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ടേ ഉള്ളൂ. അന്നേരത്തിന് മുറിഞ്ഞു. അങ്ങനെ ചിക്കൻ്റെ ഗ്രേവി ഇച്ചിരി എന്നായി
വെള്ളം ഒഴിച്ച് ഇച്ചിരി കൂടിപ്പോയി. അത്ര വെള്ളം ഒഴിക്കണം, കുക്കറി ഇട്ട്. പിന്നെ നമുക്ക് ഓവറായിട്ട് കുക്കുമായിപ്പോയി. ഇന്ന് ഇതിപ്പം ഗ്രേവിയൊക്കെ മാറ്റി സെറ്റ് ചെയ്യാൻ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ സമയമില്ല. ഈ ബ്രോയൊന്ന് എണീപ്പിക്കണം. ബ്രോ എണീറ്റിട്ട് ബ്രോയ്ക്ക് നല്ല പ്രായമുണ്ട്. ബ്രോ കുറേ ജോബിനൊക്കെ പോയിട്ടുള്ള എന്നിട്ട് ഇവിടെ പഠിക്കാൻ ഒരു 28, 29 എങ്ങാണ്ട് ഏജ് ഉണ്ട് ബ്രോയ്ക്ക്. അവിടെ ഒരു അമൽന്നാണ്. അപ്പോൾ അധികം ഇങ്ങനെ ആരോട് സംസാരിക്കത്തില്ല. നമ്മൾക്ക് എല്ലാം വഴിയെ കാണാം. ഞാൻ ഇനി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബണ്ണ് ഇതിൻ്റെ സാധനമാകുമ്പോൾ ആൾക്കാർ ജ്യൂസും ക്രീമും എല്ലാം ഉണ്ട്. അല്ല ബ്രോ എണീറ്റിട്ടുണ്ട്. ഞങ്ങളിനി വല്ല ഊബറും വിളിച്ച് പോകാൻ നോർത്ത്. അങ്ങോട്ട് മെട്രോ ഇല്ല, എല്ലാം നടക്കേണ്ടി വരും. അപ്പം ഇനി റെഡിയായിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഫുഡ് കഴിക്കട്ടെ. നടക്കുവാണ്, ഡോർ ലോക്ക് ചെയ്യുവാണ്. ലോക്കായിട്ടുണ്ട്. കാർഡ് കാണും, കീ കാണും, അങ്ങനെയൊക്കെ പരിപാടി എടുക്കും. അപ്പം എല്ലാം ഓക്കെയാണ് ഗൈസ്. അയ്യോ, വാച്ചെടുത്തില്ല. വാച്ചെടുക്കാൻ പോകും ബ്രോ. ഒരു മിനിറ്റ്, വാച്ചെടുത്തില്ല. കേട്ടോട്ടേക്ക് ഞങ്ങൾ താഴോട്ട് പോട്ടെ. താഴെ ചെന്നിട്ട് കാണാം. ഈ കാർഡ് വെച്ച് ആക്സസ് ചെയ്താൽ നമ്മളിപ്പം 16ാമത്തെ നിലയില്ല. നമ്മളിനി താഴെ ഗ്രൗണ്ടിൽ ചെല്ലണം. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഊബർ വരും. അങ്ങനെയാണ്. താഴെ ചെന്നിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ, ഈ കാർഡ് വെച്ച് ഓപ്പൺ ചെയ്യാൻ കാണിക്കാം. ഈ ബെല്ലൊന്ന് അടിച്ചാൽ മതി, തുറന്നു നോക്കുള്ളൂ. പുഷ്, ഇത്രയുള്ള പരിപാടി. തിരിച്ചു വരുമ്പോൾ ഈ കാർഡ് അവിടെ വെക്കണം, അന്നേരം വെക്കണം. അപ്പോൾ ജിമ്മിലൊക്കെ രാവിലെ മൊത്തം ആൾക്കാരാണല്ലോ. ഞാനിന്നലെ ചുമ്മാ ജിമ്മിലൊക്കെ കയറി നോക്കിയെന്ന് യു കാർഡ് സേഫായിട്ട് വെക്കണം. കാർഡ് പോയി കഴിഞ്ഞാൽ അതിന് ഈ കാർഡിന് നമ്മളിവിടെ 50 രൂപ നമ്മൾ കൊടുക്കുന്നു. ഇവിടെ വന്നോ, ഊബർ വന്നോ? ഇതിനകത്ത് കയറിയോ? എംബ്ലോക്ക് വന്ന് കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ഊബർ. ഇതാണ് ഗൈസ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ. ഇതിന് 16ാമത്തെ നിലയിൽ. ഇവിടെ ഇന്നലെ ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ പൂച്ചയുണ്ട്. എംബ്ലോക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ ആ പാർക്കിങ്ങിന് അവിടെ വരും. നമ്മുടെ ഇതല്ലേ, ഒന്നെങ്കിൽ അവിടെ വരും, ഒന്നെങ്കിൽ ഇവിടെ വരും. അതാണോ? ഇവിടെയാണോ വരുന്നത്? അല്ല, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ചിലർ അതാ എൻട്രൻസ്. ഇതിലിങ്ങനെ കറങ്ങി വരാം. ഏത് കാറാ? ഇങ്ങനെ വരാൻ പറ്റില്ല. അങ്ങനെ വരും. ഇത് പിള്ളേരുടെ പ്ലേയിങ് പാർക്കാണ്. ഈ പാർക്കിൻ്റെ തൊട്ട് പുറകെ നമ്മുടെ പൂളുണ്ട് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. കിടിലമാണ്. താഴെ വന്നിരിക്കുക. ഇത് വേറൊരു ബ്ലോക്ക്. ഇതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ ബ്ലോക്ക്. ഇങ്ങനെ ഒരുപാട് ബ്ലോക്കാണ് ഇവിടെ, ഓരോരോ ബ്ലോക്കായിട്ട്. വന്നോ ബ്രോ? അങ്ങോട്ട് പോകണോ? ഈ ബ്രോ ഒരു ബ്രോയാണ്. ജിമ്മിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മളിനി എപ്പോഴത്തേക്കും ജിമ്മിൽ കയറാൻ ശരിക്കും അവിടെ പോയി നിൽക്കുന്ന അവിടെ നിന്ന് കയറാൻ വരുന്നുണ്ടോ? അതാണോ? ടൺ 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 ടൺ. ഇതാണോ നമ്മുടെ ഊബർ? നമ്പർ നോക്ക്. VP. ഓ ഗൈസ്, ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ഊബർ. മലയാളിയാണോ? മലയാളിയായിരിക്കും അല്ലേ? ഓ, നമ്മൾ ഊബർ എത്തി ഗൈസ്. ഊബറിനകത്ത് കയറിയിട്ടുണ്ട്. ചേച്ചി ഓടിക്കുന്നത്. അതിനകത്ത് നല്ല സീറ്റിൻ്റെ മണം. നോ എൻട്രി. ബ്ലോക്ക്. എക്സിറ്റ് ദിസ് വേ. നോ ദിസ് വേ. നമ്മൾ വന്ന വഴി അങ്ങോട്ട് ഇറങ്ങാൻ നോക്കുമായിരുന്നു. ഇതിൽ പാസ്ഔട്ട് ചെയ്യാം അല്ലേ? നമ്മൾ എക്സിറ്റ് ആവുകയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ഇപ്പോൾ ഇവിടുത്തെ ടൈം തന്നെ ബ്രോ 11:15. ഓ, ഇതിലേ ഇല്ലെന്ന് തോന്നുന്നു. നോ എക്സൈറ്റ് എൻട്രൻസ് സെയിം വേ. വഴി വിടത്തില്ല ഗൈസ്. ഇതിവിടെ ഉള്ളവർക്കൊക്കെ പോകാനുള്ളതെന്ന് തോന്നുന്നു. ഇവിടുത്തെ എത്ര മണി? 11:15 ഗൈസ്. ഈ പോയിട്ട് എപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല. ഈ വ്ളോഗ് ഫുൾ എടുക്കാൻ പറ്റിയാൽ മതി. സ്പേസ് കമ്മിയാണ് ഫോണിനകത്ത്. കുറേ വീഡിയോ കളയാനുണ്ട്. വ്ളോഗൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചേക്കുമല്ലേ. നല്ല സ്പേസ് ഉണ്ട് ഗൈസ്. ലെഗ് സ്പേസ് ഉണ്ട്.
ഇനി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നല്ല വ്യൂ ഒക്കെ വരുമ്പോൾ കാണിച്ചു തരാം. നല്ല കൂൾ ഫിലിമൊക്കെ അടിച്ച് ചേച്ചി ഊബർ ഓടിക്കുന്നു. നമുക്ക് ഊബർ ഓടിക്കാൻ പറ്റുമോ? നല്ലതായിരുന്നു, പാർട്ട് ടൈം ആയിട്ടല്ലേ അല്ല ബ്രോ? ബ്രോ എന്ത് പറ്റി? നമ്മുടെ ലൊക്കേഷനൊക്കെ കറക്റ്റ് അല്ലേ? നമ്മളിപ്പോൾ ക്ലിനിക്കിലോട്ടാണ് പോകുന്നത് മെഡിക്കൽ എടുക്കാൻ വേണ്ടി. ചേച്ചി പക്ക ഡ്രൈവിങ്. ഓക്കെ ചേച്ചി ഡ്രൈവിങ് എങ്ങനെയാണോ ഞാൻ നോക്കട്ടെ. ഓക്കെ റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയുടെ പൂന്ന് പറഞ്ഞുള്ള സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെ കൊച്ചി മെട്രോ പില്ലറിൻ്റെ ഒക്കെ അടിയിൽ കൂടെ പോകുന്നുണ്ടിലുണ്ട് കണ്ടോ കേസ്. ഇനി കറക്റ്റ് ഒരു സിറ്റി എത്തണം, എന്നിട്ട് ഞാൻ കാണിക്കുക. ഇവിടെ വ്യൂ ഒന്നും ഇല്ല, മെട്രോ പില്ലറിന് അടിയില്ല. ഇതൊക്കെ നമ്മൾ നടന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്തായിരുന്നു, അന്നേരം വ്ളോഗ് എടുത്തില്ലായിരുന്നു. അങ്ങോട്ട് ചെല്ലട്ടെ, എന്നിട്ട് വ്യൂ എത്തുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഒത്തിരി ഞാൻ വലിച്ചു നീട്ടുന്നില്ല, അതിനുള്ള സ്പീഡ്. അങ്ങോട്ടേക്കോ പോകുന്നുണ്ട് കേസ്. ലൊക്കേഷൻ തെറ്റി, ലൊക്കേഷൻ തെറ്റി. പിന്നെ ക്യാഷ് ആയിട്ട് എടുക്കത്തില്ല. ഓടാ ഗൈസ്, ക്യാഷ് എടുക്കത്തില്ലെന്ന്. എക്സ്ക്യൂസ് മീ, ഹലോ, ക്യാഷ്? ക്യാഷ് ഓക്കെ ഓക്കെ, ക്യാഷ് എടുത്തു. ഇതിനകത്ത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആവും. നമുക്ക് ഓൺലൈൻ്റെ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം അല്ലേ? നമുക്ക് ഇവിടുത്തെ നമ്പർ ആയിട്ടുണ്ട് ഗൈസ്, അതെല്ലാം ഓക്കെ. അതൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. ബാക്കിയുള്ള കൺട്രിയിലൊക്കെ പോലെയല്ലോ, ഇവിടെ എല്ലാം ഫാസ്റ്റാണ്. മണിയുണ്ടോ എന്തോ ഇവിടെ കാണിക്കാമല്ലോ. ഇപ്പോൾ ആ ഒരു മൂഡാണ് ഇവിടെ. വലിയ വലിയ ഓരോരോ ബിൽഡിങ്സ് ഉണ്ട് ഇഷ്ടം പോലെ. കോലാലംപൂർ മെയിൻ ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. കാണാൻ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു സൈബർ പങ്ക് ലോകം പോലെ. വീണ്ടും നമ്മളൊരു മെട്രോ പില്ലറിൻ്റെ അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇനി എന്തോരം ദൂരം ഉണ്ട് ബ്രോ? 7 minutes അടുത്താണ്. കിലോമീറ്റർ എത്ര കാണിച്ചേ? അല്ല നമ്മൾ റൂമിൽ നിന്ന് എത്ര കിലോമീറ്റർ ആയിരുന്നു? കിലോമീറ്ററോ? പല റൂട്ടുണ്ട് ഇവിടെ, പല റൂട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മളിങ്ങനെയൊക്കെയാണ് കറങ്ങി വരുന്നത്. ഇത് നമ്മൾ റൂമിൽ നിന്ന് നടന്നു വരുന്ന വഴിയല്ലേ? അതെ അതല്ലേ നമ്മളിപ്പോ കറങ്ങി വന്നേ. അതെ ശരിയാ, യൂട്ടേണില്ല. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ നടന്നു വരുവാണ്, നമുക്ക് ഇതുവഴി ഇങ്ങനെ നടന്ന് അങ്ങ് പോകും. ഇന്നലെ നമ്മൾ ഈ മാളിൽ വന്നായിരുന്നു ഗൈസ്, ഈ ലോട്ടസ് എന്ന് പറഞ്ഞ മാളുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. അവിടെ കയറി ചിക്കൻ മേടിച്ച്, വെളുത്തുള്ളി, ഇഞ്ചി മേടിക്കണമെന്ന് ഓർത്തിട്ട് മഞ്ഞൾ മേടിച്ചിട്ട് ബ്രോ മഞ്ഞൾ ഇരുന്ന് കട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് നോക്കി ഇഞ്ചിക്ക് എൻ്റെ മഞ്ഞ കളർന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അത് മഞ്ഞളായിരുന്നു. പിന്നെ മഞ്ഞൾ എടുത്തില്ല, മഞ്ഞൾപ്പൊടി നമ്മുടെ കയ്യിലുണ്ട്, മുളക് പൊടി, അങ്ങനെയൊക്കെ നൈസായിട്ട് ചിക്കൻ കറി തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് വേണം ചിക്കൻ കറി ഒന്ന് ഗ്രേവി കുറച്ച് സെറ്റ് ചെയ്യാൻ. നമ്മൾ ആ മാളിൻ്റെ അവിടം വരെ നടന്നായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കഫേ കയറി. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ ചെല്ലട്ടെ. ഇവിടെ മെയിൻ ഒരു സ്ഥലമുണ്ട്, ടിൻ ടവർ, അതെനിക്ക് കാണണം. അങ്ങനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. ബട്ട് മണിയും കൂടെ വേണം ഗൈസ്. മണി ഞങ്ങൾ നോക്കി ചിലവാക്കിയില്ല, പൈസ തീർന്നു. മണി പിടിച്ച് കഴിക്കാൻ പറ്റത്തില്ല. പാർട്ട് ടൈം ഒക്കെ കിട്ടുന്നോടം വരെ എങ്ങനെയെങ്കിലൊക്കെ നൈസായിട്ട് നിൽക്കണം അല്ല ബ്രോ? നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി തോന്നുന്നു. ഞാൻ ചെല്ലട്ടെ. വാവ്, വാട്ട്സ് ദാറ്റ്? ചേച്ചി പക്ക ഡ്രൈവിങ്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് ദൂരത്തെ ഒരു കാറില്ല. ഇത് സെഡാൻ മോഡൽ. ഞങ്ങൾ പിക്കപ്പ് ചെയ്ത് സെഡാനല്ലേ. ഈ ബ്രാൻഡാണ് ഇവിടെ എല്ലാം കൂടുതലും കാറ്. നമ്മുടെ നാട്ടിൽ അതേ കാറിൻ്റെ ഷേപ്സൊക്കെ തന്നെയാണെങ്കിലും ഈ മോഡലുണ്ട്. ഈ കമ്പനിയുടെ വെൽഫെയറിൻ്റെ സെയിം ആണ്, വെൽഫെയർ പോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ എന്നാൽ ടൊയോട്ട അല്ല കമ്പനി, അങ്ങനെ ക്ലോൺ പോലെ. എങ്ങോട്ട് ചെല്ലട്ടെ ഗൈസ്? ഏതാണോ ക്ലിനിക്ക് അവിടെ ചെന്നിട്ട് തന്നെയാണോ സംഭവം? ബിൽഡിങ്ങാണ് ഗൈസ്, ഭയങ്കര കൂറ്റൻ ബിൽഡിങ്ങാണ്. തന്നെ MCTയോ? ഡെസ്റ്റിനേഷൻ എത്താറായിട്ടില്ല. ഇവിടെ മൊത്തം വലിയ വലിയ ബിൽഡിങ്ങാണ് ഗൈസ്. എനിക്ക് ഈ സൺറൂഫ് ഉണ്ടായിരുന്നു, വെളിയിലോട്ട് തലയിടായിരുന്നു. എന്താ പറയുക, സീരിയസ് ആയിട്ട് മെഡിക്കൽ എടുക്കുന്നതിന് ടെൻഷനാവും. മെഡിക്കൽ എടുക്കാൻ പോകണം ഗൈസ്. കൊള്ളാം. അവിടെ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമും ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക എല്ലാ കാറും കിടപ്പുണ്ടായിരുന്നു. എന്തൊക്കെയാണോ ഇവിടെ. ഇനി നമ്മൾ തിരിച്ച് ഇത്രയും ദൂരം നടക്കണം. ബസ്സിന് വരെ എത്ര റേറ്റ് ആകത്തില്ലല്ലോ. ബസ്സിലും ക്യാഷ് എടുക്കും.
അതാണ് ഗൈസ്, എല്ലായിടത്തും ക്യാഷ് എടുക്കത്തില്ല ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷനൊക്കെ. അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രാവൽ കാർഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. നോക്കട്ടെ ഗൈസ്. നമ്മുടെ സ്ഥലം എത്തി. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ, ഇതന്നെ ബിൽഡിങ്ങാണ് ഗൈസ്. ഇത് കണ്ടോ, എന്തൊട്ടുമാര് പൊണ്ണി വെച്ചേക്കുന്ന പൊന്ന് ഗൈസ്. യെസ്, ഇതാണ് നമ്മൾ വന്ന കാറ്. ഈ ബ്രാൻഡിൻ്റെ കാറ് ഇവിടെ മൊത്തം. ഇത് എന്നാ കാറാണ്? ബീസ. പക്ഷെ ഇവരുടെ പ്രൊനൗൺസിയേഷൻ ഒന്നും ഇങ്ങനെയല്ല. ഇത് നമ്മുടെ ക്രെറ്റ പോലത്തെ ഒരു കാറ്. നമ്മൾ ക്ലിനിക്കിലോട്ട് ചെല്ലണ്ട ഗൈസ്. ക്ലിനിക്കാതാ ബ്രോ? നിഞ്ചയുടെ ഇതേതൊക്കെ തോന്നുന്നു. ക്ലിനിക്കിലോട്ട് ചെല്ലട്ടെ ഗൈസ്. നമ്മളിപ്പോൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുക. അവിടെ നമ്മുടെ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. മുടിഞ്ഞ ആളാണ് ഗൈസ്. വിളിക്കാമെന്നാണ് പറയുന്നത്. എപ്പോൾ വിളിക്കും, എങ്ങനെ വിളിക്കുന്നൊന്നും അറിയത്തില്ല. മൊത്താളം ഏറ്റവും വരെ മൊത്താളം. ഒരു രക്ഷയില്ല. നമുക്കിനി വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇനി വിളിച്ചിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഫോം ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. മെഡിക്കൽ എടുക്കുന്നതിൻ്റെ മരുന്ന് എന്തെങ്കിലും 2 ആഴ്ച കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച്. ഇതിനിടയ്ക്ക് എനിക്ക് ചെറിയ ജലദോഷം വന്നപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക് ഇപ്പം ഞാൻ ഓക്കെ അല്ലേ. ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കഴിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ നേരം എന്ത് വിഷയമുണ്ടെന്നോ നമ്മളൊരു ഫില്ല് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ഫില്ല് ചെയ്തിട്ടാണ്. ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അൺമാരീഡ് ആപ്സ് ഓപ്പൺ. ഇവിടെ നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തേ. അതിനകത്ത് സിംഗിൾ ഓർ മാരീഡ്. അപ്പം ഞാൻ നോ കൊടുത്ത്. അപ്പം മാരീഡാണെന്ന് വെച്ചാൽ അല്ലെന്ന് പറഞ്ഞു. അന്ന് യു ഫീൽ സിംഗിൾ എന്ന് പറഞ്ഞു. ഇവൻ അൺമാരീഡ് എന്ന് എഴുതി. നല്ല പ്രായമുണ്ട്. വൈ ആർ യു നോട്ട് മാരി ദിസ് ഏജ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് ചിരിക്കുമായിരുന്നു. സൗണ്ട് വണ്ടിയിൽ പുള്ളിക്കാരി മുട്ടും ചിരിയോടിയും. എന്താ ബ്രോ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ച്. ഇനി മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, കാണാം. നമ്മളിവിടെ എന്തോ രജിസ്റ്റർ ചെയ്യുക ഗൈസ്. എൻ്റെ പാസ്പോർട്ട് ഇതേ ഇരിക്കുന്നു. അത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുമോ? ആവുന്നില്ല. എന്തൊക്കെ ഇടപാടാവില്ലേ. ഫോണിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യണം, ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. മൊത്തം രജിസ്ട്രേഷൻ റീഡ് ആവുന്നില്ല. റെഡി. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് രജിസ്റ്റർ ആവുന്നില്ല. മലേഷ്യ ഫോൺ നമ്പർ. എൻ്റെ ടോക്കൺ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോക്കൺ. ഓക്കെ. ഓ ഗൈസ്, യൂറിൻ എടുക്കാൻ തന്നു വിട്ടതാണ്. ഇത് മെഡിക്കൽ ടെസ്റ്റിനകത്ത് ഇതൊക്കെ ഉൾപ്പെടുന്നത്. എനിക്കതിന് മുള്ളാനൊന്നും മുട്ടുന്നില്ല. ഇനി എങ്ങനെയാണ് നമ്മൾ യൂറിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. നല്ല ഫ്രഷ് യൂറിൻ. ഞാൻ മുള്ളാൻ മുട്ടുന്നില്ലെന്ന് ഓർത്ത് കയറി. എനിക്ക് പറ്റത്തില്ലെന്ന് ഓർത്ത്. പക്ഷേ കിട്ടി ഫ്രഷ് യൂറിൻ. ഇതൊക്കെ കൊടുക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, എൻ്റെ ടോക്കൺ 34 ആണ്. അവിടെ ഇപ്പോൾ 28 ആയിട്ടുണ്ട്. ആ സ്ക്രീനൊക്കെ ഉണ്ട്. 28 ആയി. 34 ആകുമ്പോൾ എൻ്റെ അവിടെ കാണിക്കാൻ നേരം കയറുക. ഓക്കെ ഗൈസ്, കയറി കണ്ട് എൻ്റെ ബ്ലഡ് എടുത്ത് പിന്നെ നമ്മുടെ പ്രഷർ ചെക്ക് ചെയ്ത് മറ്റേ BP നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചെറിയ മെഷീനിൽ അത് വെച്ച് അതിൽ ഭയങ്കര സുഖമാണ്. അങ്ങനെയൊക്കെ വലിയ ഷോ. പക്ഷേ 35 മറ്റേ ബ്രോയുടെ നമ്പർ എൻ്റെ കൂടെ വന്നതിൻ്റെ ബ്ലഡ് എടുത്തിട്ടുണ്ട്. നല്ല ചോമ്പല ബ്ലഡ് എടുത്തിട്ട് 2 ട്യൂബിനകത്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ 2 ട്യൂബിലായിട്ട് പല ടെസ്റ്റാണ്. ഒന്ന് ഹെൽത്ത് ടെസ്റ്റും ഒന്ന് മെഡിക്കൽ. ഒന്ന് ഹെൽത്ത് ടെസ്റ്റും ഒന്ന് ഡ്രഗ് ടെസ്റ്റിനും ആയിട്ടാണ്. അതാണ് പരിപാടികൾ. ഞാനൊരു വ്ളോഗ് അപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ഇവിടുത്തെ നെറ്റ് ഭയങ്കര ഷോവാണ്. 4G കാണിക്കുന്നത്. ഒട്ടും സ്പീഡില്ല. 6 GB എങ്ങാണ്ട് അടുത്തുണ്ട് വീഡിയോയുടെ സൈസ്. അതൊന്ന് ഞാൻ അപ്പ് ചെയ്ത് വരാൻ ടൈം എടുക്കും. കുഴപ്പമില്ല. നെറ്റ് 5 GB 6 GB കൊടുക്കാനുള്ള നെറ്റ് എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ ഏറ്റവും സ്പീഡില്ല. ടൈം എടുക്കും. ഇവിടെ വൈഫൈ ചോദിച്ചാലോ ഒന്നും ഉണ്ട്. നോക്കട്ടെ ഗൈസ്. റെഡ്
ഇത്രയും ബ്ലഡൊക്കെ കൊടുത്തിട്ട് വന്ന് ബ്രോ അവിടെ ഇപ്പോൾ കുറച്ച് ടെൻഷൻ അപ്പോൾ ഓവർ BP ആയി ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടി എന്നിട്ട് അവിടെ പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞില്ലേ അല്ലേ എന്നിട്ട് രണ്ടാമത് റിപ്പീറ്റ് അപ്പോൾ ഓക്കെ കൂൾ ഡൗൺ ആയിട്ട് രണ്ടാമതൊന്നും കൂടെ പ്രഷർ നോക്കിയപ്പോൾ ഓക്കെ കാണിച്ച് ഓവർ ടെൻഷനായിട്ട് ഹാർട്ട് ബീറ്റ് കൂടിപ്പോയി ഹൈ പ്രഷറായിപ്പോയി അല്ലെങ്കിൽ ബ്രോക്ക് എന്തെങ്കിലും ഇതിനകത്ത് പറയാനുണ്ടോ? ഒന്നുമില്ല എന്തെങ്കിലും എല്ലാം എന്ത് നമ്മളെ പഠിത്തത്തിൽ കഴിഞ്ഞിട്ട് അപ്പോൾ കുറേ കാലം എടുക്കും വെയിറ്റ് ആൻഡ് സീ ഗൈസ് ബ്രോയുടെ ആ സ്പീച്ചിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി അടുത്ത പരിപാടി എന്നാ നോക്കട്ടെ ഗൈസ്. നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് ഇനി പൊക്കോളാൻ പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതായിരുന്നു ക്ലിനിക്ക്. ബ്ലഡ് എടുത്ത് ചെസ്റ്റിൻ്റെ ഇതെടുത്ത് എല്ലാം ഓൾറൈറ്റ് ആണ്. അവരിനി നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോട്ട് ഡയറക്റ്റ് ഇത് അയച്ചു കൊടുക്കും ഒരു 3-4 ഡേയ്സിനുള്ളിൽ. നേരത്തേക്ക് യൂണിവേഴ്സിറ്റി ചെല്ലും. ഇനി യൂണിവേഴ്സിറ്റി കൊണ്ട് നമ്മുടെ പാസ്പോർട്ട് കൊടുക്കണം. ഇതിന് KFC ആവും കോഫി ഇത് കൊള്ളാലോ ഈ കപ്പേ. ആ ഇരിക്കുന്ന ബ്രോ ഉണ്ട് ആ നിഞ്ചയിലിരിക്കുന്ന ആ ബ്രോയോട് നമ്മൾ ചോദിച്ചു ഇവിടെ ഇപ്പം ബസ് സ്റ്റോപ്പും ഇല്ല മെട്രോയും ഇല്ല. ഈ മെട്രോയിൽ കയറണമെങ്കിൽ നമുക്ക് കാർഡ് വേണം. കാർഡ് നമ്മുടെ കയ്യിലില്ല. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഊബർ വിളിച്ച് തന്നെ പോകണം. അതാണ് പിന്നെ സംഭവം. ഇതുണ്ടോ പുള്ളിയിലെ 5 ട്രിപ്പിലാന്ന് തോന്നുന്നു. ഓ ബിൽഡിങ് നോക്കും ഇത് ഫോർച്യൂണർ. എങ്ങനെയാ ബ്രോ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഗൈസ് ചിലവോട് ചിലവാണ്. ഇനി നമ്മളെ കോളേജിൻ്റെ ലൊക്കേഷനിലോട്ടാണ്. ഇതുകൊണ്ട് ഇതാ ഞാൻ പറഞ്ഞ സ്കൂട്ടർ. ഇത് കണ്ടോ മരു പോകുന്നത് എന്നോ സൗണ്ടാന്നറിയോ? അതാണ്ട് ഈ വണ്ടി തന്നെ ഈ ഇരിക്കുന്ന വണ്ടി തന്നെയാണ് ഗൈസ്. ഞാനൊന്ന് നോക്കട്ടെ ചെക്ക് ചെയ്യട്ടെ ഊബറിൻ്റെ കാര്യമൊക്കെ നോക്കട്ടെ ഗൈസ്. ഹായ് ഗൈസ്. ദിസ് ഈസ് ക്ലിനിക്. ബ്രോയും മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാൻ വന്നത് പുള്ളി തന്നെ നൈജീരിയോ എവിടെ ആഫ്രിക്കയിലെന്നാണ് പുള്ളി. ഇതുപോലെ പുള്ളി വേറെ ഏതോ യൂണിവേഴ്സിറ്റിയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് ഇനിയും ടാക്സി ഊബർ വിളിച്ചിട്ടുണ്ട്. 19 റിങ്കറ്റ് 20 റിങ്കറ്റ് എങ്ങാണ്ട് ഇപ്പോൾ കാണിക്കുക. ഞാൻ ബ്ലോക്ക് കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും. അതിനെ പോകാൻ 3-4 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. ബട്ട് അങ്ങനെ അത്ര റേറ്റ് കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും നോക്കട്ടെ ഗൈസ്. ഊബർ വരട്ടെ. ഓക്കെ കാറിൻ്റെ കൾച്ചറൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഇതാണോ ഇന്നോവ വന്നോട്ടോ പഴയ മോഡൽ ഇന്നോവ 2010 മോഡലാണ്. ഇത് ക്യാമറയാന്ന് തോന്നുന്നു. ആ ക്യാമറയാണ്. അതെന്താ അർബൻ ക്രൂസർ പോലെ ഉണ്ട്. അത് VRV പക്ഷെ CRV എന്ന് കൊടുത്തേക്കുന്നത്. ഈ ബ്രാൻഡാണ് കൂടുതലും ഇവിടെ. ഐലക്സ് പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ഭാരത്. ഇതോട്ടോ ഇത് വെൽഫെയർ ആണ് ഗൈസ്. പക്ഷേ ഈ കമ്പനി കേട്ടോ നമ്മൾ ഊബർ വിളിച്ച ആ കമ്പനി ഇല്ല ആ കാറിന്. ഇതേ ടൊയോട്ടോ. ഇതെന്താ ഇത് ടൊയോട്ടയ്ക്ക് വേറെ സിമ്പിളുണ്ടോ? ഇതാണ് ഇവിടുത്തെ കാർ കൾച്ചർ. ഇവിടെ ഒന്നും വലിയ നമ്മൾ വിചാരിക്കുന്നത് മോഡിഫൈഡ് കാറാണ്. ഇടയ്ക്കിങ്ങനെ ഇരിക്കുമോ ബ്രൂന്ന് പറഞ്ഞ് പോകുന്നതാക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ഒരു VMO വരുന്നുണ്ട്. ഇത് ഏത് സീരീസോ? ക്യാൻ യു ഗെസ് ഗൈസ് ദിസ് സീരീസ്? ഇറ്റ്സ് എ ഫേക്ക് കാർ. ലെക്സസ്. ഓക്കെ ഗൈസ് ഞാൻ നമ്മുടെ ഊബർ വരട്ടെ. ഊബറിൻ്റെ കാര്യം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. എത്താറായി. ഊബറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ എങ്ങാണ്ട് എത്തിയിട്ടുണ്ട്. വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മൾ. ചടങ്ങാണ് ഗൈസ്. ട്രാവൽ കാർഡ് എടുക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല. ട്രാവൽ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിലോ ബസ്സിലോ എല്ലാം കയറുമ്പോൾ ക്യാഷ് വഴി പേയ്മെൻറ്റ് നടക്കത്തില്ല. ഈ ട്രാൻസ്പോർട്ടേഷൻസ് ഒന്നും അല്ലേ ബ്രോ? ഊബറിന് മാത്രമേ ഉള്ളൂ ക്യാഷ് പേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ ഓൺലൈൻ ആക്കണം. ഇനി ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഞങ്ങൾ എടുക്കണം. എന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എല്ലാം ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇടണം. എന്നാലേ ഉള്ളൂ നടപടിയുള്ളൂ. പിന്നെ ട്രാവൽ കാർഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇപ്പോൾ ഒരു 4 റിങ്കറ്റ് അവിടം വരെ പോകാൻ മെട്രോയിലാകുന്നെങ്കിൽ ട്രാവൽ കാർഡ് ഉണ്ട് ഒരു 2-3 റിങ്കറ്റ് 1 റിങ്കറ്റൊക്കെ കുറവ് വരും. അങ്ങനെ എങ്ങാണ്ടല്ലേ ട്രാവൽ കാർഡിന് പോകണം. ഇത്ര രൂപ ഡിസ്കൗണ്ട് തരാം. നമ്മൾ ഡെയിലി യാത്ര ചെയ്യുമ്പം എന്നെ കഴിഞ്ഞ വർഷമൊക്കെ സ്റ്റുഡൻസിന് തന്നെ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ഈ വർഷം അതൊന്നുമില്ല. നോർമൽ ഇവിടുത്തെ പീപ്പിളൊക്കെ വരെ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ കൺട്രിയിലാണെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരെ നമ്മൾ രീതിയിൽ നോക്കൂല നമ്മുടെ ഗവൺമെൻറ്. പക്ഷേ എന്ന് പറഞ്ഞാലും ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ ഉള്ളവർക്ക് തന്നെയാണ്.
നമുക്കിനി പാർട്ട് ടൈം ഒക്കെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെടും. അത് ഉറപ്പുള്ള കാര്യം. റെൻറ്റ് കൊടുക്കണം, സിം റീചാർജ് ചെയ്യണം, പിന്നെ എൻ്റെ ഫുഡ്, റെൻറ്റ്, ഫുഡ്, ട്രാവല്, സിനിമ, ഇത് 4 കാര്യങ്ങളാണ് നോക്കേണ്ടത്. പിന്നെ സേവ് ചെയ്യാൻ വല്ലതും കാണുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞേ അറിയത്തുള്ളൂ. ഞാനെല്ലാം എക്സ്പെൻസെല്ലാം എഴുതി വെക്കുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണോ ബ്രോ? നമ്മുടെ അടുത്ത് ഊബർ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലിരിക്കാൻ പറ്റും. പക്ഷേ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റും. ഈ ടൈം ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞ ടൈം ഫ്രണ്ടിൽ ഇരിക്കാൻ മൊത്തം സാധനം എന്നോ കണപ്പം അതിനകത്ത് ഉണപ്പിച്ച് വെച്ചേക്കും. അവിടെ മൊത്തം ഇങ്ങനെ എല്ലാവരും നെറ്റൊക്കെ ഇടും. അത് ഭയങ്കര ചൂടാണ് പുറത്ത്. ഇപ്പോൾ അതേ മഴയ്ക്കുള്ള ചെറിയ പരിപാടിയൊക്കെ പോകുന്നുണ്ട്. നമ്മളടുത്ത സ്ഥലത്തോട്ട്, നമ്മുടെ കോളേജിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഓക്കെ, നല്ല സ്പോട്ട് വരുമ്പോൾ കാണിക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഈ ഓഫറിൻ്റെ ചാർജ് 21 റിങ്കറ്റാണ്. 2.10 ഒരു രൂപയുടെ നോട്ട്. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് നോട്ടെന്ന് പറഞ്ഞാൽ 100. ഇവിടെ പൈസയ്ക്കൊക്കെ ഭയങ്കര വാല്യൂ. ഇവിടെ 50ൻ്റെ ചില്ലറ, 20ൻ്റെ ചില്ലറ, 10ൻ്റെ ചില്ലറ ഉണ്ടോ ബ്രോ? 10 പൈസ ഉണ്ടോ ബ്രോ? 10ൻ്റെ പൈസ ഉണ്ടോ? 10ൻ്റെ പൈസ ഇല്ല, 50ൻ്റെ പൈസയുണ്ട്. ഉണ്ട്, എല്ലാത്തിൻ്റെയും പൈസയുണ്ട്. 5ൻ്റെ പൈസയുണ്ട്. എല്ലാം മണിക്ക് ഭയങ്കര വാല്യൂ. അപ്പോൾ പൈസയ്ക്ക് വരെ കണക്കുണ്ട്. അപ്പം പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപ താഴെ. ഇതുണ്ടോ? ഏറ്റവും കൂടിയ നോട്ടെന്ന് പറഞ്ഞാൽ 100, പിന്നെ 50, പിന്നെ 10, പിന്നെ 1. 5ൻ്റെ നോട്ടുണ്ടോ ബ്രോ? 5ൻ്റെ നോട്ടും ഉണ്ട്. ഇത്ര നോട്ടാണോ ഉള്ളത്? മണിക്ക് ഭയങ്കര വാല്യൂ ഉള്ളൊരു കൺട്രിയാണ്. അങ്ങനെയാണ് പൈസ. മുക്കിന് ഓരോരോ സിഗ്നൽ. റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളവിടെ നിന്നപ്പോൾ എന്നെ ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻ ആയിരുന്നു. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരായിരുന്നു. ഈ അന്നപൂർണ്ണയ അങ്ങനത്തെ അല്ല, അല്ലാതെ വേറെ ഏതോ. പിന്നെ കൂളിങ്, നല്ല സ്മെല്ല് ഇതിനകത്ത്, നല്ല സ്മെല്ല് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഈ 2 സ്ഥലം തറായിട്ടില്ല. ഇനി അങ്ങോട്ട് ചെല്ലട്ടെ ഗൈസ്. ഇപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വലിയൊരു വ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ചെരുമാണ് കാണിക്കാം. ഓക്കെ, അതുകൊണ്ട് ഇത് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാഴ്സിൻ്റെ ആണെന്ന് തോന്നുന്നു. വെൽഫെയറാണ്, മൊത്തം വെൽഫെയറാണ്. വെൽഫെയറിനോട് വിലക്കുറവാകുന്നു. എല്ലാവരും വെൽഫെയർ എടുത്തിട്ടുണ്ട്. ടൊയോട്ടയുടെ തന്നെ ഫ്രണ്ടിൽ വേറെ എംപ്ലോന്ന് പുറകിൽ ടൊയോട്ട, ചിലതിൻ്റെ പുറകിലും ഫ്രണ്ടിലും വേറെ വേറെ സിമ്പിൾ. എന്തൊക്കെയാണോ മൊത്തം തിരിവ്. ഓക്കെ ഗൈസ്, മൊത്തം ബിൽഡിങ് കൊണ്ട് നിറഞ്ഞേക്കുവാണ് ഗൈസ്. കൊണ്ടോ മൊത്തം ബിൽഡിങ്ങാണ്. പുറത്ത് മഴയും പൊടിയുന്നുണ്ട്. മൊത്തം ബിൽഡിങ്ങാണ് ഗൈസ്. ഇവിടെ മെയിൻ ബിൽഡിങ്ങൊക്കെ കണ്ടു. മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിൻ ടവറാണ് മെയിൻ അട്രാക്ഷൻ. അതാണ് മലേഷ്യയുടെ ഒരു സൈൻ ബോർഡ്. എന്താണോ ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പിന്നെ സിറ്റിയോ അങ്ങനെ എന്തോ ഒരു രാജ്യം കൂടെ ഉണ്ട് ഇവിടെ. കണ്ടോ എന്നെയാണോ വണ്ടിയുടെ ക്ലാസ്സിലെല്ലാം ഒട്ടിച്ച് വെച്ചേക്കുന്നത്? ചുമ്മാ ഫ്രീ വൈഫൈ ആണോ? വൈഫൈ ഉണ്ടെന്ന് തോന്നുന്നു. വൈഫൈ കാറാണ്. പിന്നെ അടുത്ത സിഗ്നൽ ഗൈസ്. ഓരോ മുക്കിലും സിഗ്നലോട് സിഗ്നൽ. എന്നാൽ സിമ്മിനാണ് സിഗ്നൽ. എന്തൊക്കെയാണ് ഈ പോകുന്ന ബൈക്കിന് എന്നെ സൗണ്ട് എന്നറിയാം ഗൈസ്. യമഹയുടെ ഏതോ ബൈക്കാണ്, 150cc V3. ഇവിടെയൊക്കെ V3 ഒരു പണിത് വെച്ചേക്ക് കാണാം. ലോവറൊക്കെ ചെയ്യും. നോക്കും ഗൈസ്, മലേഷ്യയുടെ ബിൽഡിങ്സ് സ്മൂത്തായിട്ടാണ് കാറ് പോകുന്നത്. നമ്മുടെ അടുത്ത് പോലെ കുഴിയല്ല, റോഡ് പൊളിഞ്ഞിട്ട് ഇടയ്ക്ക് ഇമാരെ ടാർ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കും. അതോ നമ്മുടെ ഓടയുടെ ഒക്കെ ആണോ എന്നറിയത്തില്ല. നമുക്ക് മലേഷ്യ കഴിച്ചു മൊത്തം ബിൽഡിങ്. ഇവിടെ വന്നപ്പോൾ ഒരു ഫോറിൻ ഫീലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ റൂമിനോട് നിന്ന് താഴോട്ടിറങ്ങിയ ഒരു ഫോറിൻ ഫീൽ കിട്ടും. അപ്പോൾ വേറൊരു ഫീൽ കിട്ടുന്നുണ്ട്. രാത്രി ഇവിടെ കയറണം, എന്നാലും മൂടും. ഇവിടെ നൈറ്റ് ലൈഫ് ഒക്കെ ഉണ്ടെന്നാണ് ഗൈസ്. നൈറ്റ് ലൈഫ് ഉണ്ട്. KLCT ഗേറ്റ് വേ. അടുത്ത സിഗ്നലാണ്. വണ്ടി ക്രോസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കാണിക്കുന്നുണ്ട്. ഏതാ പൊട്ടേ അങ്ങനെ പോട്ടെ. നമ്മൾ റൈറ്റിലോട്ട് തിരിയാണ്. ഞാനും തിരിക്കാം. തിരിഞ്ഞോ കുറെ എത്തിയോ ബ്രോ? ഇങ്ങോട്ടാകുമ്പോൾ നമ്മൾ
side. Okay, thank you. College എത്തി guys. പുള്ളിക്ക് ഇവിടുന്ന് തന്നെ ഒരു പിക്കപ്പും ഉണ്ട്. അങ്ങനെ നമ്മൾ മലേഷ്യയിൽ എവിടേക്ക് എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ? എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് ഗൈസ്? ഇതാണ് മലേഷ്യൻ ബിൽഡിങ്സ്. ഒന്നും കാണിച്ചില്ലെന്ന് വേണ്ട. മഴയാണ് ഗൈസ്, നല്ല മഴ. നമ്മുടെ ഊബർ ചേട്ടൻ പോകുന്നു. പുള്ളിയൊന്നും ഒന്നും സംസാരിക്കത്ത് പോലുമില്ല. ഫോണാണ്, ചാർജും ഇല്ല ഗൈസ്. നമ്മുടെ AC ഇൻ്റർനാഷണൽ എന്നാണ് നമ്മുടെ കോളേജിൻ്റെ പേര്. കോളേജാണോ എന്നൊക്കെ ആർക്കറിയാം. എവിടെയാ ബ്രോ? നമുക്ക് തപ്പി നോക്കാം. വാ, ഇതൊക്കെ കോളേജിൽ പഠിക്കുന്നവന്മാരാണോ? സ്റ്റാർബക്സിലൊന്നും കയറിയ നടപടി. നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റാർബക്സിലൊക്കെ വന്നാൽ ഇവിടെ എവിടെയും നമ്മുടെ കോളേജ് ഉണ്ട്. കോളേജ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കോംപ്ലക്സ് ആണ് ഗൈസ്. കോംപ്ലക്സിനകത്ത് കോളേജ് അറിയത്തില്ല. വരുന്ന മലയാളി ഇതൊരു ബട്ടർഫ്ലൈ തൂക്കിയിട്ടേക്കുന്നു. ബ്രോ, നമുക്ക് നടന്ന് കണ്ടുപിടിക്കാം. മാപ്പൊന്നും എനിക്ക് വേണ്ട. കേരളത്തിലാണെങ്കിലും വേറെ കൺട്രിയിലാണെങ്കിലും എനിക്കെല്ലാം ഒരേ ഒരു മഴ വന്ന മഴയൊക്കെ ഇവിടെ. പണ്ണൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഒരു പണ്ണാലാണ് നിൽക്കുന്നത്. അപ്പോൾ പുറകെ കൂടെ ആരാണ്ട് സംസാരിക്കുന്നുണ്ട്. ഇവരിങ്ങനെ പുറകെയൊന്നുമില്ല, ഭയങ്കര ചിലപ്പാ. എന്നിട്ട് ചിരിയും കളിയും. നമ്മൾ തട്ടിയിട്ട പുറത്ത് ഡൈനിങ് ഉള്ളവരൊക്കെ പെടൂല. അവരും വ്ലോഗ് എടുക്കുമോ ബ്രോ? ഏതാ? ഇവിടെ തന്നെ ചൂടാ, ഭയങ്കര ചൂട്. These two people are doing vlog. I am also doing vlog. Same. These ladies are two. We are two. But same. ഈ ബിൽഡിംഗ് എവിടെയാ ബ്രോ? എക്സ്ക്യൂസ് മീ, AC International College? Block C. Another side? Oh. This way? Bro. Block C. Bro, this way. Yes, sir. Yes, Yes, International. Okay. I know, bro. You come with me. Follow me. Block C. അപ്പുറത്തെ സൈഡ്. ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. നോക്ക് ഗൈസ്, ഒരു വൈഡ് വ്യൂ. നമുക്കിനി ടിൻ ടവറൊക്കെ കണ്ടിട്ട് പോകാം ഗൈസ്. ഉണ്ടേ ബ്രോ, എന്ത് പറ്റി? ഇങ്ങോട്ട് ഇതിലേ കയറി നടക്കും, വെള്ളം വീണിട്ട്. ബ്രോ, ഇവിടെ കയറി നടക്കാം, അവിടെ വെള്ളം വീണേക്കും. ബ്രോ ഒന്ന് സ്ലിപ്പായി. മഴയും പൊടിയുന്നുണ്ട്, അതുകൊണ്ട് ഗൈസ് അങ്ങ് മല ഇതുണ്ടോ, അത് മലയാണ്. നമ്മളിപ്പോൾ പ്രോപ്പർ സിറ്റി ലൈഫാണ്. കൈ കഴിക്കും. അങ്ങനെ ഇതാണ് ഗൈസ് മലേഷ്യ. ഇതൊക്കെ ആയിരിക്കും മലേഷ്യ. എന്നാലും ഇവിടെ കുറേ കാലം നിൽക്കാനുള്ളത്. ഇപ്പോൾ കണ്ടോ, 22 റിങ്കറ്റായി, 21 റിങ്കറ്റായി. 21 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ, ഒരു റിങ്കറ്റ് എന്ന് പറയുമ്പോൾ നാട്ടിൽ 24 രൂപ. നമ്മുടെ നാട്ടിൽ 1000 രൂപയെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു 47-48 റിങ്കറ്റങ്ങ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹഫ്ലിയ മജു റെസ്റ്റോറൻറ്റ്. വാട്ട്? ടൊയോട്ടയുടെ ഏതോ വണ്ടി. നമ്മുടെ കോളേജ് ഉണ്ടോ അതോ പൂട്ടിപ്പോയി? കണ്ടോ? ഐവെൽ ടെക് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, AC International. ഇത് തന്നെ ഇവിടെ. ഇവിടെ തന്നെ ബ്രോ, ഇവിടെ തന്നെ കോളേജ് പൂട്ടുവാണ്. ഇവിടെ എന്തോ വിഷയമാണെന്ന് തോന്നുന്നു കേട്ടോ.
ഇതെന്തൊക്കെയോട് സംഭവിക്കുന്നത്? ഇതെന്താ അവിടെ കൊടിയൊക്കെ പറക്കുന്നത്? അർജന്റീന കൊടിയ. ഇവിടെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതാ കൈസ് നമ്മുടെ കോളേജ് എസ് ഇന്റർനാഷണൽ. ഇതെന്തോ പറ്റി ഇവിടെ? ഇതെന്നെ പിള്ളേരിലെ സമരമാണ്. ചേടാ വന്ന ദിവസം തന്നെ ഡാർക്കാണല്ലോ ബ്രോ. എന്നെ ചെയ്യണ്ടേ? കയറി നോക്കിയാലോ? ആ ഗൈസ് നമുക്കിവിടെ പാസ്പോർട്ട് കൊടുത്തിട്ട് പോകണം. നമ്മുടെ ഒരു മലയാളി ഇതിനകത്തുണ്ട്. റിയാസ് ബ്രോയിനെ ഒന്ന് വിളിച്ചു നോക്കാം. നമ്മൾ പുറത്തുണ്ടെന്ന് പറയാം. ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊന്നും മലയാളികളില്ല. ഇനി വല്ല സെലിബ്രിറ്റിയും വല്ലതും വരുന്നുണ്ടോ? എല്ലാവരും വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. മൊത്തം ആള്. നമ്മുടെ എൻട്രൻസ് ഇതിലേയാന്ന് തോന്നുന്നു. ഇവിടെ ഇനാഗ്രേഷനാണ്. കട ഉദ്ഘാടനം. ഈ കടയുടെ ഉദ്ഘാടനമാണ് ബിഗ് ബെൻ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ്. എഡ്യൂക്കേഷൻ ഗ്രൂപ്പ്. ഞാനൊരു ഇനാഗ്രേഷൻ ടെലികാസ്റ്റ് ചെയ്യാം ഗൈസ്. ഇനാഗ്രേഷനാണ്. അതിനാണ് ഇത്ര ആള്. ഇവിടുത്തെ വല്ല സെലിബ്രിറ്റിയും വരുന്നുണ്ടായിരിക്കും. എന്തൊക്കെയാണോ നടക്കുന്നത്? ഞാനിതാ കട ഒന്നും മനസ്സിലാവുന്നില്ല. Let's explore. ഫ്ലാഷ് ഫുഡ് റെസ്റ്റോറൻറ്റ്. ഇതൊക്കെ അവിടെ ഇന്റർനാഷണൽ കോളേജിൽ പഠിക്കുന്നവന്മാരാണ്. ഇത് കളഞ്ഞേക്കട്ടെ ബ്രോ കളഞ്ഞു. മനസ്സിലാവുന്നില്ല ഗൈസ്. ആ കട ഉദ്ഘാടനം. എല്ലാവരും എന്നത്തിന് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇന്നലാണ് ചിക്കൻ വെക്കാൻ നേരം കൈയൊന്നും മുറിഞ്ഞു. ഞാനിവിടെ ഒന്ന് കൈ നോക്കി കാണിച്ചു. മനസ്സിലാവുന്നില്ല. എല്ലാവരും ഇങ്ങോട്ട് നോക്കും. ആ കടയുടെ ഉദ്ഘാടനമല്ലേ? അവിടെ എന്തോ റെഡ് റിബണൊക്കെ കെട്ടിയപ്പോൾ ഞാനോർത്ത് ആ കടയുടെ ഉദ്ഘാടനമാണ്. അങ്ങനെ സംഭവം. സ്കൂളിൽ നിന്ന് പിള്ളേരെ വിളിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു, പേരൻസൊക്കെ. ഇതന്നെ ഈ പുള്ളിയുടെ ഈ കൊടി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പുള്ളിയുടെ ഒരു കൊടിയുണ്ടോ? അതിൻ്റെ കൊടിയാണെന്നൊന്നും ഞാൻ നോക്കട്ടെ ഗൈസ് ഇവിടെ എന്നാ സംഭവം നടക്കുന്നതെന്ന്. പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പാസ്പോർട്ടും മെഡിക്കൽ സ്ലിപ്പും. ഇതാണ് എസ് ഇന്റർനാഷണൽ. ചേച്ചിയുടെ കയ്യിലാണ് നമ്മൾ പാസ്പോർട്ട് കൊടുത്തത്. 2 അല്ല 3 വീക്സ് എടുക്കുമെന്ന് വിസ വെരിഫിക്കേഷന്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോഴത്തേക്ക് ഈ പാസ്പോർട്ടില്ലാതെ നമുക്കൊരു പരിപാടി നടക്കും. പുറത്തോട്ടിറങ്ങിയാലും കുഴപ്പമാകും. പാസ്പോർട്ടില്ലാതെ കുഴപ്പമാകും. ചോദിക്കണേ. ഇത് പറഞ്ഞാൽ 2 അല്ല 3 വീക്സ് എടുക്കുന്ന പാസ്പോർട്ട് തിരിച്ചു കിട്ടാം. വിസ ഇപ്പോൾ ഇത് അടിച്ചിട്ടില്ല. ഒരു സീല് മാത്രമേ എയർപോർട്ടിൽ നിന്ന് അടിച്ചിട്ടുള്ളൂ. വിസ ഇവിടെ വന്നാൽ കോളേജ് അടിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. ജൂലൈ 2026 ഇന്ത്യക്ക് വാട്സപ്പ് ഗ്രൂപ്പ്. അത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഇപ്പുറത്തെ കാര്യങ്ങളൊക്കെ പറയുന്നിട്ട് ഇവിടുത്തെ എന്നാ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ. കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ കോളേജിൻ്റെ ബോർഡ് ഇരിക്കുന്നു. കോളേജ് 1 വീക്ക് അവധി. ഇവിടെ സെംബ്രേക്ക് പിള്ളേർക്കൊക്കെ. ഇനി നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. നോക്കട്ടെ. ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കട്ടെ. എങ്ങോട്ടാണ് ഇവിടെ പോകണ്ടേ? കോളേജ് ലീവ്. ഒരാഴ്ചത്തേക്ക് കോളേജ് അടച്ചിട്ടേക്കും. ഞാൻ കോളേജ് ക്ലാസ് റൂമൊക്കെ കയറി കണ്ടോട്ടെ എന്ന് വെച്ചു. പക്ഷേ ക്ലാസ് റൂമെല്ലാം ലോക്കഡാണ്. അതുകൊണ്ട് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇൻറ്റേൺഷിപ്പൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ കോഴ്സിനകത്ത് അവർ പറഞ്ഞത്. ഇന്നലെ കുറേ പേരോട് സംസാരിച്ചിട്ടൊക്കെ ഇൻറ്റേൺഷിപ്പ് എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. അങ്ങോട്ട് പോകുന്നൊന്നും അറിയത്തില്ല. ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ്. ഇത് നമ്മുടെ കോളേജിൻ്റെ തന്നെയല്ലേ? ഇംഗ്ലീഷ് ടെസ്റ്റ് നമുക്കുണ്ടോ? അല്ല നമ്മൾ ഈ ട്രാവൽ കാർഡിൻ്റെയൊക്കെ എന്താ പറഞ്ഞാൽ
ഇപ്പോൾ ആവശ്യമില്ല, ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. 50% ഡിസ്കൗണ്ട് ഉണ്ടായി. ആ ഇപ്പം നിർത്തി എന്ന് പറഞ്ഞില്ലേ? ആ അപ്പോൾ സാധാ ടച്ച് ആൻഡ് ഗോ വെച്ച് യൂസ് ചെയ്താൽ മതി. സാധാ ടച്ച് ആൻഡ് ഗോ വെച്ച് യൂസ് ചെയ്താൽ മതി. ഏത് നമ്മുടെ മറ്റേ സൈറ്റിൽ കൂടെ ഉണ്ടോ? മറ്റേ ഓൺലൈൻ പേയ്മെൻറ്റ് ആ അതുണ്ടല്ലേ? അത് അതെല്ലാവർക്കും ഉണ്ട് ടച്ച്. അപ്പോൾ ഒരു നമ്മുടെ അത് പേ ചെയ്യാൻ നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും കിട്ടത്തില്ല, അത് നിർത്തിയുണ്ട്. ഒരു കൺസിഡറേഷനും ഒന്നുമില്ല കഴിച്ച്. അപ്പോൾ ട്രാവൽ ചെയ്യാനൊന്നും അതൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് അതെല്ലാം നിർത്തി. ഈ വർഷം കൊണ്ടെല്ലാം മാറ്റി. ഇനി ബാങ്ക് അക്കൗണ്ട് എടുക്കണം, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട് ഗൈസ്. അപ്പോൾ പറ്റില്ല. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? കയ്യിലിരിക്കുന്ന പൈസ എല്ലാം തീരുവില്ല. ചായ എനിക്ക് ഉറപ്പോ ചായ ഒന്നും വേണ്ട, നമുക്ക് നടക്കണം. ടിൻഡോറിലോട്ട് പോകുമ്പോൾ വേണം ഒരു ഇത് മേടിക്കും, മിനറൽ വാട്ടർ മേടിക്കും. ഇവിടെ തന്തൂരിയൊക്കെ ഇട്ടേക്കുന്നു ഗൈസ്. മിനറൽ വാട്ടർ മേടിക്കാം. മുമ്പ് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു ഗൈസ്. എന്നാ വെയില്. ഇനിയിപ്പോൾ ഡെയിലി നമ്മൾ ഈ കോളേജിൽ വന്ന് പോകണം. നമ്മുടെ റൂമിൽ നിന്ന് ഇവിടം വരെ നല്ല ദൂരമുണ്ട് കേട്ടോ ഗൈസ്. മെട്രോ പിടിച്ച് വരണം. ഇനിയിപ്പം നമ്മൾ തന്നെ ഈ ബാങ്ക് റെഡിയാക്കിയിട്ട് വേണം പൈസ എല്ലാം അക്കൗണ്ടിൽ ഇട്ടേക്കാം. എന്നിട്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താമല്ലോ. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താനേ പറ്റത്തുള്ളൂ, അല്ലാതെ ഒന്നും പറ്റത്തില്ല. ഇവിടെ ഊബറെ വിളിച്ചാൽ മാത്രം, ഇവിടെ ഊബറല്ല ഗ്രാബ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഊബർ തന്നെ ഗ്രാബ്. അപ്പം ഊബർ വിളിച്ചാൽ നമുക്ക് കയ്യിലുള്ള ക്യാഷ് കൊടുക്കാം. ഈ മെട്രോ ബസ്സിലൊക്കെ കയറിയാൽ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷനേ നടക്കത്തുള്ളൂ. അപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷന് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുക്കണം. ഇവിടെ മൈ ബാങ്കോ നമ്മുടെ റൂമിൻ്റെ അടുത്തൊരു മൈ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കുണ്ട്. ഏതാ നല്ല ബാങ്ക് എന്നൊക്കെ നോക്കിയിട്ട് ചോദിച്ചിട്ട് അറിഞ്ഞിട്ടും ബാങ്ക് അക്കൗണ്ട് എടുക്കും. ഇനിയിപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. പാസ്പോർട്ട് 2-3 വീക്സ് ഇവിടെ പിടിച്ചു വെക്കും. അത് വിസ സ്റ്റാമ്പ് ചെയ്യും. 1 വർഷത്തേക്കുള്ള വിസ ഓക്കെ അപ്രൂവ് ആക്കി തരും. എന്നിട്ട് 1 വർഷം കഴിയാറാകുമ്പം പിന്നെ അടുത്ത വിസ അടിക്കും. ഇങ്ങനെ ഓരോരോ വർഷം വിസ അടിക്കും. എന്നെ കൂടെ കഴിച്ചു. ഞാൻ ഈ ബ്ലാക്കും കൂടെ ഇട്ടിട്ട് ഒരു രക്ഷയില്ല കഴിച്ചു. ഇരിക്കാം. വന്ന് വെള്ളമൊക്കെ പിടിച്ചിട്ട് പോകും. ഈ പാൻറ്റിനൊരു കുഴപ്പമുണ്ട്. ഇത് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് ഇതുകൊണ്ട് ഇത് ഞാൻ എന്തോ കയറി ചവിട്ടും ഉടക്കും അങ്ങോട്ട് ചെയ്തു വന്നു. എന്തൊക്കെയാണ് അയ്യോ നല്ല ചൂടുണ്ട് ഗൈസ്. ഇന്ന് ഹോട്ട്. ഇതെത്ര വലുതില്ലായിരുന്നു. 1.5 റിങ്കറ്റാണ് ഗൈസ്. ഇത് 1/2 ലിറ്റർ. ആ കുപ്പി ഒന്ന് ഓർക്കട്ടെ ഗൈസ്. പിടിച്ച ബ്രോ എടുത്ത്. അയ്യോ ഇന്നലെ മുറിഞ്ഞാണ് ഗൈസ് കൈ. അയ്യോ ബ്രോയാണ് വീഡിയോ എടുക്കുന്നത്. ഇനി ബ്രോ കുടിക്കുവല്ലോ. മാപ്പിടുണ്ട്. ഇനി ഞങ്ങൾ നടക്കാൻ പോവാണ് കേസ്. എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. എങ്ങോട്ടേലും പോകാൻ പോകും. ഇനി നമുക്ക് പാസ്പോർട്ട് കയ്യില്ലാത്തതുകൊണ്ട് കോളേജിൽ നിന്ന് പിന്നെ കൺഫേം ഒരു ടെമ്പററി ലെറ്റർ തന്നിട്ടുണ്ട്. അത് പാസ്പോർട്ട് ആരെങ്കിലും ചോദിച്ചെടുത്ത് കാണിക്കാനുള്ള ലെറ്ററാണ്. അത് തന്നേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഗൈസ്, നോക്കി വെച്ചോ. അലമ്പൂജി തിരക്കി ആരെങ്കിലും ഈ വഴിയൊക്കെ വരുവാണെങ്കിൽ കാണാം. മലേഷ്യയിൽ തന്നെ കാണും. ഇനി നോക്കാം നമുക്ക് പരിപാടി തന്നെ. എന്നാൽ ഞങ്ങൾ നടക്കട്ടെ ഗൈസ്. ഓക്കെ നമ്മുടെ കോളേജിന് തൊട്ട് ഫ്രണ്ട് ടിൻ ടവർ ആയിരുന്നു. നമ്മുടെ റൂമിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ടിൻ ടവർ കാണാം. ഇതാണ് മലേഷ്യയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം, ടിൻ ടവർ. മൊത്തം പഠിക്കുന്ന പിള്ളേരാകട്ടെ. ഇതിനകത്ത് കോളേജുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ എന്നെ രസം ഇത് രാത്രി ആയി കഴിയുമ്പോഴാണ് രസം. അപ്പം എൻ്റെ വ്ളോഗിലൂടെ ഫസ്റ്റ് സാധനം മലേഷ്യയിലെ ഐക്കോണിക് സാധനമാണ്. മലേഷ്യയിലെ മെയിൻ സാധനമല്ലേ ബ്രോ? ഇതാണ് മലേഷ്യയുടെ ഒരു ഐഡൻറ്റിറ്റി, ടിൻ ടവർ. പക്ഷേ ടിന്നാവുന്ന ഒരു ജോയിൻ്റ് ആവുന്ന ഒരു ഭാഗമുണ്ട്. അത് ഒരു ബിൽഡിങ് മറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ടിൻ ടവർ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്, നോക്കിക്കും. ഇതാണ് ഗൈസ് ടിൻ ടവർ. ഇതാണ് രണ്ടും ഒരുപോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ കൊണ്ട് ഒരു കണക്ട് ചെയ്യുന്ന ഒരു അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു കുഴൽ പോലെ സാധനം ഉണ്ട്. അത് കണക്ട് ചെയ്യും അങ്ങോട്ടും. ഈ ബിൽഡിങ്ങിൽ നിന്ന് ആ ബിൽഡിങ്ങിലോട്ട്. ഇതാണ് ടിൻ ടവർ, മലേഷ്യയുടെ മെയിൻ അട്രാക്ഷൻ. ഇതാണ് ഗൈസ് മലേഷ്യൻ ടിൻ ടവർ. സൂപ്പർ ബ്രോ. വഴി ഏതാണെന്നൊന്നും മനസ്സിലാവും. തമിഴ്നയിലെ മലേഷ്യ. ഓക്കെ ഗൈസ്. ഈ ചേച്ചി എന്നെ കണ്ടപ്പോൾ കുട വെച്ച് മറച്ചു പോയി.
എല്ലാവരും എണ്ണത്തിൽ നോക്കും. ഇവിടെ എന്ത് അഭിപ്രായമാണെങ്കിലും കാണിക്കും. നമ്മുടെ നാട്ടിലൊന്നുമല്ലേ. ഞാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഒച്ച ഉണ്ടാക്കുമ്പോൾ അന്നേരം അല്ലേ. ഇതൊക്കെ എന്നതാണ് ഗൈസ്. ഇവിടെ നിന്ന് എടുത്ത് ചാടിയാലും പിന്നെ മണ്ടേ കയറിയിട്ട് ഇൻഡോവർ. ബ്രോയ്ക്കാണ് ധൃതി എന്ത് ചെയ്യാൻ. ബ്രോയുടേതായിട്ടുള്ളത് വാ ബ്രോ കേട്ടാപ്പൻ. ഇൻഡോവറിൻ്റെ കീഴപ്പോ എന്നിട്ട് അതിൻ്റെ മേളിൽ കയറാൻ മതി. രാത്രി വന്നിട്ട് വേണം ഇവിടെ ഫോട്ടോ എടുക്കാൻ. നല്ല രസവും. രാത്രിയാകുമ്പോൾ ടവർ ഫുൾ ലൈറ്റ് ആയിരിക്കും. ഇവിടെ എല്ലാം ലൈറ്റ് ആയിരിക്കും. ടിൻ ടവർ ഫുള്ള് ലൈറ്റ് കൊണ്ടുള്ള പരിപാടിയാണ്. MG ആണ്. MG നമ്മളിപ്പോൾ ടിൻ ടവറിൻ്റെ കീഴിലോട്ട് പോകും. ആ ബ്രോ നല്ല ചൂടുണ്ട് കഴിച്ച്. ഈ ബ്ലാക്കും കൂടെ ഇട്ടിട്ട് എടുക്കുന്ന ചൂടാണ് ബ്രോ. നമ്മുടെ റൂമിൽ ഞാൻ ഇന്നലെ നമ്മൾ മറ്റേ ലോട്ടസിൽ പോയില്ലേ സൂപ്പർ മാർക്കറ്റിൽ. അന്നേരം അവിടെ നിന്ന് ഇത് കണ്ടില്ല, ഞാൻ കാണിച്ചില്ലേ. അത് ഇതാ. അപ്പോൾ വലിയ ദൂരം ഇല്ല, നടന്നു പോ. ഇന്നലെ ഞാനും ബ്രോയും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചിട്ടുണ്ട്. ബ്രോ പകുതി വെച്ച് നിന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ നടന്ന റൂമിലോട്ട്. ബ്രോ അതൊക്കെ പോന്ന് എന്ത് ചെയ്യാനാന്ന്. പൈസയാണോ? മണി മാറ്റേഴ്സാണ്. മണി കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതിന് തൊട്ടപ്പുറം ഒരു അവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഒരു പൂളുള്ള ഏതോ തന്നെ ഇതുണ്ട്. മീൻസ് തന്നെ ഹോട്ടൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. മീനര അമ്പാർ. ഈ ബാങ്ക് ഏ സി പുറത്തോട്ട് എനിക്ക് അതുപോലെ ഏ സി നല്ല പൂൾ. ഇതാണ് മെയിൻ സ്ഥലം മലേഷ്യയുടെ, കോലാലംപൂർ. എല്ലാവരും നിൽക്കുന്ന സംഭവം. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ അവിടെ പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, വി ആർ വെയിറ്റിംഗ് ഫോർ സിഗ്നൽ ഫോർ ക്രോസ് ദ റോഡ്. വെയിറ്റിംഗ്. ഓടിയാലോ ഓടാനൊക്കെ തോന്നും നമുക്ക്. ഓടിയാലോ ഇല്ല. വെയിറ്റ് ചെയ്യണ്ടോ? വെയിറ്റ് ചെയ്യണ്ടോ? അതിനാ ഞാൻ ഓടിക്കോട്ടെ. വീഡിയോ എടുത്താലോ? വീഡിയോ ഇല്ല, ഓടുക. അതെ ഓടുക. ഞാൻ മുഖം പൊത്തിക്കൊണ്ട് ഓടും. അപ്പോൾ കാണത്തില്ലേ അവിടെ മൊത്തം മാലി ചുമ്മാ ഓടാൻ തോന്നിയിട്ടല്ലേ. വീഡിയോ എടുത്തു അവിടെ കള്ള എന്നെ പെടുത്താനേ. ഞാൻ പൊട്ടത് വിചാരിച്ചു. വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പെട്ടെന്ന് അവരെ വിളിച്ചിട്ട് പറയാം എനിക്ക് ക്രോസ് ചെയ്യണം പെട്ടെന്ന്. എവിടെ അല്ല നമ്മളിപ്പോൾ ചുമ്മാ അതിലേക്ക് ജസ്റ്റ് ചില്ലായിട്ട് പോകും. എൻ്റെ ഫോണിൽ സ്പേസ് തീരാറായി കഴിച്ച് 14 മിനിറ്റും കൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ വ്ളോഗ് ഇപ്പോൾ അപ്പാവും. വ്ളോഗ് അപ്പായി കഴിഞ്ഞാൽ ആ വ്ളോഗ് ഡിലീറ്റ് ചെയ്യാം. കുറേ നേരമായിട്ട് വെയിറ്റ് ആണല്ലോ. ഇവിടെ മൊത്തം ആൾക്കാരാണ്. നിഷ്കളങ്കനാ ബ്രോ. ഇവിടെ ഇത്ര ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ പുറകിൽ ഇത്രയും പേര്. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടെ പോകാം. വിരുത്തം വരെ നമ്മുടെ പുറകെ വന്നില്ല. ഇനി നമുക്ക് ഇവരുടെ പുറകെ പോകാം. ഏതാ ഇത്? നമ്മുടെ നാട്ടിലെ വെള്ളപ്പൂ. ഇത് നമ്മൾ അമ്പലത്തിലൊക്കെ എടുക്കുന്ന പൂവാണ് ഗൈസ്. ഞാൻ കണ്ടുപിടിച്ചു. ഈ കാർ മുത്ത് ഇടിച്ച് പൊളിച്ചല്ലോ. മീനമ്മ വേർ ഇസ് ദ ടെമ്പിൾ. ഇന്നാണ് ഞങ്ങൾ ശരിക്കും മലേഷ്യ. കോളേജിൽ വരുവാണെങ്കിൽ എത്ര രൂപയോ റൂമിലോട്ടോ? ഓ അത് ലാഭമായാലോ. ഇപ്പൊ പോയാലാണോ? അത് നമുക്കപ്പം നോക്കാം. കുറച്ച് നടന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഊബർ ഇടാം. അല്ലെങ്കിൽ ഇവിടെ അല്ലേ ഇപ്പോൾ 11 കാണിച്ചത്. എല്ലാം പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് അതിൻ്റെ റൂമിലോട്ട് 11 റിങ്കറ്റാണ് കാണിക്കുന്നുള്ളൂ ഗൈസ്. നേരത്തെ നമ്മൾ
ആ ക്ലിനിക്കിൽ നിന്ന് ഇവിടം വരെ വരാൻ 21 റിങ്കറ്റ് എടുത്ത്. അത് ദൂരക്കൂളായിരുന്നു തോന്നുന്നു. അത് എത്ര കിലോമീറ്റർ ആയിരുന്നു? 6 കിലോമീറ്റർ. ഇതോ 6 ഉള്ളൂ. അതാണ് ചിലപ്പോൾ 3 കിലോമീറ്റർ സെയിം ഡിസ്റ്റൻസ് പല സ്ഥലത്തും നമ്മൾ വരുമ്പോൾ പൈസ കൂടും. ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെല്ലേണ്ട സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ വരേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ ടേണിംഗ് ഒക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ്. ആ അതിപ്പോൾ വേണ്ട, ടൈമാവട്ടെ. എൻ്റെ ഒരു നാട്ടിലൊരു 1000 ബക്സ് ഇരിപ്പുണ്ട് ഗൈസ്. അത് എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. എന്ത് ടിൻഡോർ ടിൻഡോർ ഏതാ? ആരോടാ വിളിക്കുന്നത്? വഴി മറിച്ചോ? അതായിരുന്നു ടിൻഡോർ. പിന്നെ ബാർബീനെയൊക്കെ പോലെ ഇരിക്കുന്നത്. പുള്ളിക്കാരിയെ കണ്ടിട്ട് ബാർബിയെ പോലെ ഉണ്ട്. കറക്റ്റ് ബാർബിയുടെ പാട്ട് വിട്ടിട്ട് അങ്ങോട്ട് പോകുന്നു. വഴി എവിടെയാ ബ്രോ? കൈ കഴിച്ച് കുറച്ച് നേരം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇവിടുത്തെ സ്റ്റീം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഡ്രും ജെറിനാന്ന് തോന്നുന്നു ഗൈസ്. ജെറിൻ്റെ അനിയനാന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. മൊഴി കുറേ നേരം കോൾഡ് സ്റ്റാർട്ട് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. അതങ്ങോട്ട് ചെറിയ ഇഞ്ചിൻ്റെ ക്യാനൊക്കെ അത് ഇരിപ്പുണ്ട്. അത്യാവശ്യം നമ്മുടെ നാട്ടിലെ ഒന്നും അല്ല ഗൈസ്. ഇവിടെ ബാങ്കർ പോലെ അടിക്കുക. ചുമ്മാ എക്സോസ്റ്റ് മാത്രം മാറ്റിയിട്ട് വണ്ടി പറക്കുന്നതിന് എന്നാ സൗണ്ടാന്ന് പറയും. ഭയങ്കര സൗണ്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സൗണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടോ നമുക്കറിയാലോ. അപ്പോൾ ആ സൗണ്ടൊന്നുമില്ല. അതൊക്കെ മേലെയുള്ള സൗണ്ടാണ് വരുന്നത്. ഇവിടുന്ന് എനിക്ക് ക്രോസ് ചെയ്ത സിഗ്നൽ നോക്കണം. നമുക്കങ്ങ് ഓടിയാലോ. ഈ ടീഷർട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഒറ്റ ഓട്ടമാണ്. മെഡിക്കലെടുത്ത് എടുത്ത് കളഞ്ഞു. റൂമിൽ ചെന്നിട്ട് കുളിക്കണം. എന്നെ കണ്ട കുളിച്ചിട്ടില്ലാത്ത ഒരാളെ പോലെ ഉണ്ടോ ഗൈസ്? ഇല്ലല്ലോ. വൺ ഡേ ഗൈസ് ടിൻഡോറിൽ ഞാൻ കയറും. വൺ ഡേ ടിൻഡോറൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്. അതിനകത്ത് എന്നെ സംഭവം ഒന്നും എനിക്കറിയത്തില്ല. ഈ പ്രോയ്ക്കാണ് ഇപ്പോൾ റൂമിൽ പോകണം. അതാണ് ഇപ്പോൾ സംഭവം. ഒരു ഫോം മേടിച്ചാലോ? മണലാണോ? സ്പേസും ഇല്ല. വെൽഫെയർ കിടക്കുന്നത്. എൻ്റെ പുറകെ ഏതാ കിടക്കുന്നത്? ഇത് ടെസ്ലയല്ലേ ബ്രോ? ടെസ്ല കാറല്ലേ ഇത്? അല്ലേ? ഇതേ ടെസ്ലയുടെ കാറ് കിടക്കുന്ന കൈസ് ആണെന്ന് തോന്നുന്നു. സിമ്പിൾ കണ്ടാൽ എനിക്കറിയാലോ. നമുക്കറിയത്തില്ലാത്ത വണ്ടി. അടിപൊളി ഇടിച്ച് പൊളിച്ചെന്ന് തോന്നുന്നു. ഇനി എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിയില്ല. വ്ളോഗൊക്കെ എടുക്കുന്നതാണ് എല്ലാവരും എന്നെ ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൈ. എന്നാൽ നമുക്ക് റൂമിൽ പോകാമല്ലോ. എന്നാ ഇവിടെ ഇനി അടുത്ത വല്ലതും കാണാനുണ്ടോ? എനിക്ക് ടിൻഡോറിന് തൊട്ടടുത്ത് പോയി നോക്കുന്നു കാണാൻ. ഇതല്ലേ ടവറിന് അങ്ങോട്ട് നേരെ നടന്നാൽ പോലെ. താണ്ടി ഇവിടുന്ന് ഇങ്ങനെ ഓഫ് ചെയ്യാലോ. നോക്കട്ടെ ഗൈസ്. ബിൽഡിങ് കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം. മൊത്തം ബിൽഡിങ്. ടിൻഡോർ എൻ്റെ കളിയോ. ഇതാണ് ഗൈസ് ടിൻഡോർ. മലേഷ്യയുടെ ഏക ഐഡന്റിറ്റിയാണിത്. മെയിൻ ഐഡന്റിറ്റി. ഇവിടെ ഒരു ക്യൂ ഫേവറേറ്റ് ഫോറെവർ ഫേവറേറ്റ് മലേഷ്യ. കണ്ണാടി വെച്ചാണ് എനിക്ക് ഫോണിനകത്ത് നോക്കിയൊന്നും കാണത്തില്ല. ഫോണെ പ്രൈവസി ഗ്ലാസ് ഒട്ടിച്ചത്. ഓ ഇതാണ് ഗൈസ് ടിൻഡോർ. ലുക്ക് ഗൈസ്. വാട്ട് ഈസ് ദിസ്? എങ്ങനെയുണ്ട്? മൊത്തം ബിൽഡിംഗ് ആണ് ഗൈസ്. മൊത്തം ബിൽഡിംഗ്. ഇതാണ് ടിൻ ടവർ. ഇനി ആരും കണ്ടില്ലെന്ന് പറയില്ല. ഇനി ഡെയിലി നമുക്ക് കാണാനുള്ളത്. അത് വേറെ കാര്യം. ഇനി കണ്ട് മടുക്കും. ആദ്യം കാണുന്നുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ്. ചിക്കൻ റൊട്ടി 5.50 റിംഗ്. നമുക്ക് ചപ്പാത്തി വരെ മേടിക്കാൻ കിട്ടും. ചപ്പാത്തി മേടിക്കുക. ടിൻ ടവർ നമുക്ക് ഗൈസ്. എൻ്റെ ബാക്കിൽ ടിൻ ടവർ. ഫ്രണ്ടിൽ ബ്രോ. ഫോണിൻ്റെ ഫ്രണ്ടിലും ഞാൻ. അതാണോ ആ ഒരു ബിൽഡിങ്ങിന് എന്തൊക്കെ പേര് പറയുന്ന ഗൈസ്. ആ നീണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊക്കത്തിലായിരിക്കുന്നത്. ഞാൻ താഴെ നിന്ന് മേള് വരെ കൊണ്ടുപോകേ. ഇത് സ്റ്റാർട്ടിങ്.
ഇതുണ്ടോ ഈ ജോയിൻ്റ് ആക്കുന്ന ഇതുണ്ടോ നടക്കാവുന്ന ഒരു ടവർ ജോയിൻ്റ് ചെയ്യുന്ന ഒരു സാധനം. ഇതാണ് ടോപ്പ്. അയ്യോ ടു ഹോട്ട് ഗൈസ്, വേർത്ത് കുളിക്കുന്നു. റൂമിൽ പോവുക, കുക്ക് ചെയ്യുക. കുക്ക് ചെയ്യുന്ന ചിക്കൻ കറി ഒന്ന് സെറ്റപ്പ് ചെയ്യണം, അതൊക്കെ ഞാൻ കാണിച്ചു തരാൻ കഴിച്ചു. ഇപ്പോൾ നമ്മുടെ ഒരു വ്ളോഗ് ഞാൻ അപ്പ് ചെയ്യും, ഷെഡ്യൂൾ ചെയ്തിട്ട് ടൈം വെച്ചിട്ട്. ഇപ്പം ഞാൻ യൂട്യൂബിലോട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇനി കറക്റ്റ് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടൊന്ന് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഗൈസ് മലേഷ്യ. ദിസ് ഈസ് മലേഷ്യ. ദിസ് ഈസ് ഒറിജിനൽ മലേഷ്യ. ദിസ് ഈസ് ഓജി മലേഷ്യ. ആ ബ്രോ, ഇവിടുന്ന് ഊബർ അടിച്ചാലോ? കോട്ടയം ഞാൻ അയച്ചു തരാം. ഓക്കെ ഗൈസ്, നീ കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യട്ടെ. ഊബർ വന്നിട്ടുണ്ട്. ഇത്ര നേരം ബ്ലാക്ക് കാറാണെങ്കിൽ ചുമലക്കാർ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ് ഗൈസ്, റൂമിലോട്ട് പോവാം. നേരെ റൂം. മലയാളി From Kerala. Mallu. Hello. Yeah. So you can speak Tamil? Yeah. Can. Yeah. Bro, Tamil? I know Tamil. Oh, where? തമിഴ്നാട് എവിടെ? തമിഴ്നാടൊക്കെ സെറ്റിൽ ഇവിടെ ഇங்கே തമിഴ്നാട്ടിൽ എവിടെയായിരുന്നു? Malaysia. തമിഴ്നാട്ടിൽ എവിടെയായിരുന്നു? Tata da. ഓ അങ്ങനെ. ഊബർ എപ്പടി ഇருக்கு? Uber Grab. ഗ്രാബ് എപ്പടി ഇருக்கு? கொஞ்சம் okay. கொஞ்சம் hard work பண்ணணும். ஹார்ட் ஒர்க் பண்ணலாம். ஹார்ட் ஒர்க் இஸ் இம்பார்ட்டன்ட் ஃபார் சக்சஸ். First time come to Kerala. யா ஃபர்ஸ்ட் டைம். பிடிச்சிருக்கா? பிடிச்சிருக்கா? இந்த இடம் பிடிச்சிருக்கு. கேல் மட்டும் தானே, வெளியில எங்க போறீங்களா? എന്താണ്? Visit only Kerala or go to other Kerala place? only. Kerala only. സ്റ്റുഡൻസ് Oh, students. ഓ പഠിക്കാനായിട്ട് വന്നത്. Where you studying? എங்க പഠിக்கிறீங்க? യേസ് ഇന്റർനാഷണൽ കോളേജ്. International college? ശരിമാ. International நிறைய இருக்கு. எங்க? Which one? എവിടെയാ ബ്രോ? നമ്മ കേൽ ടവർക്ക് Okay, okay. അടുത്ത ഒരു സിന്ന കോംപ്ലക്സിനുള്ളിൽ യേസ് ഇന്റർനാഷണൽ. என்ன கோர்ஸ்? பேப்பர் ஒர்க்குக்கா போயிருக்கு. இப்போ மெடிக்கல் எடுக்கிற ஃபர்ஸ்ட் பாஸ்போர்ட். இன்டேக்கா? ഇത് മേഘനയിതാ. ஓ மேகனே. மேகனே அந்த சைடு தான். ஓ அந்த சைடு. அந்த சைடு. இந்த பேங்க் பக்கத்துல. பேங்க் பக்கத்தில். சோ மலேசியா ஃபுட்லாம் பிடிச்சிருக்கா? മലേഷ്യ ഫുഡ് അത്ര ബോധമില്ല. അത്ര அந்த ரோ ஆயிடுச்சு. பைசியா இல்ல. പൈസ അല്ല. നോർമൽ റേറ്റിലാ. ഫുഡ് ടേസ്റ്റ് അത്ര പിടിക്കില്ല. இது பிடிக்கலனா இந்தியன் ஃபுட், சைனீஸ், மலே, எந்த ஃபுட் பிடிக்கல? வந்த அந்த தோசை இல்ல அண்ணா. நாங்க வந்து லாம்பு ட்ரை பண்ணேன். பட் திஸ் சோ ഷുഗർ ഭയങ്കര മധുരം. പിന്നെ வந்து ചിക്കൻ ഗ്രില്ല്. அந்த சிக்கன் கிரில்ல வந்து ഒരു ചൂടും ഇല്ല. ஒரு சூட் இல்ல. എന്ത് ചെയ്യാൻ, ആ ടേസ്റ്റ് ഒന്നും കുടിച്ചില്ല. இப்போ இந்தல வந்து நான் குக் பண்றேன். ஏன்னா இந்த சைட் எல்லாமே அரப் ஷாப் தான் நிறைய. திஸ் சைட் அரப். ഓ മന്തി எல்லாம் அரப். വേറെ ഗുഡ് മന്തി കിട്ടും. എങ്ക നല്ല മന്തി കിട്ടും. Brickfields போனா நிறைய you can find Indian shop a lot. ஓ Brickfields. Yes. அந்த பக்கம் தான். Yes. இங்க எவ்வளவு டிஸ்டன்ஸ் இருக்கு? இங்க இருந்து here to, if no jam 30 minutes la. If jam மீன் கொஞ்சம் லேட் ஆகும். ബസ് ട്രാവൽ വന്നവർക്ക് ക്യാഷ് എടുക്കറില്ലല്ലേ? ബസ് ട്രാവൽ பண்ணா ക്യാഷ് touch and go. അതേ ഉള്ളു. Touch and go நீங்க கார்டு வாங்கிக்கணும். ഓ ബാങ്ക് അക്കൗണ്ട് എടുത്തില്ല. பேங்க் இல்ல, just by card. இப்படி இருக்கும் கார்டு. എന്ത്? இது நார்மல் கார்டு தான். Touch and go. இது அந்த மாதிரி ஒரு கார்டு. Touch and go. ഇത് എങ്ക കിട്ടും? ஸ்டேஷன்ல இருக்கும். பெட்ரோல் ஸ்டேஷன். மெட்ரோ ஸ்டேஷன். அந்த பெட்ரோல் ஸ்டேஷன். ஓ அங்க இருக்கு. அங்க இருக்கும். எல்லாம் டாக்குமெண்ட்ஸ் வேணுமா?
டாக்குமெண்ட் தேவையில்ல, ஆ அப்படியே வாங்கிக்க வேண்டியதான் காசு கொடுத்து. மணி டெபாசிറ്റ് ഉള്ളി. ഓ ദിസ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ട്രാവലിംഗ് അല്ലേ? ஒரு டைம் ஷெல்லில் இருக்கும், 7E இருக்கும், செக் பண்ணுங்க. ഓ ഓക്കെ ഓക്കെ. അണ്ണ ഇങ്ങ എന്ത് ഏത് നല്ല ബാങ്ക്? ബാങ്ക്னா എല്ലാ ബാങ്കും எல்லாம் normal தான். മേ ബാങ്ക് അങ്ങനെ എന്തോ ഐ ബാങ്കോ? மே பேங்க் ஓகே, எல்லா இடத்துலயும் இருக்கு. ഞങ്ങൾ സ്റ്റേക്ക് അടുത്ത് ഇருக்கு. அப்போ அந்த கொண்டு ஒப்பம் பண்ணாலும் டச் அண்ட் கோ வச்சுக்கோங்க. டச் அண்ட் கோ இருக்கா? நோ நோ நோ. டச் அண்ட் கோ ஆப்ஸ் டவுன்லோட் பண்ணீங்க, அது ஈஸி. ஈஸியா எல்லா இடத்துலயும் நீங்க அதுல உள்ள டாப் அப் பண்ணி QR வச்சுக்கலாம். இது ஆமா. இந்த പയ്യ എല്ലാം എടുത്തിருக்கு. അന്നവിടെ മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ദിസ് ഈസ് മൈ വ്ളോഗ്. என்ன ப்ளாக்? യൂട്യൂബ് സ്റ്റാർട്ടിങ് ഓൾറെഡി സ്റ്റാർട്ടഡ്. മഴ വരുന്നവർക്ക് ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ? கொஞ்ச நேரம் தூரம் கொஞ்ச நேரம் வெயில் அடிக்கும். കേരള ക്ലൈമറ്റ് ഇതാ. ആഹാ കൊള്ളാം. ഇടം പിടിച്ചിർക്ക്. ഓക്കെ കഴിച്ച് ഇനി റൂമിൽ ചെല്ലട്ടെ. അണ്ണം പോവാണ്. ഫിറോസിക്ക എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് തമിഴൊക്കെ അറിയാം. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, കുറേ നേരം. പുള്ളി കുറേ ചിരിക്കുകയും ചെയ്തു. ഇങ്ങനത്തെ ഈ ഊബർ ഓടിക്കാൻ പറ്റുമെങ്കിൽ സെറ്റാണ് ഗൈസ്. പക്ഷേ ഇല്ലേ, ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് പെട്രോളിൻ്റെ റേറ്റ് 3 റിംഗറ്റ് പോകും. എന്നാൽ നമ്മൾ ഇൻ്റർനാഷണൽസൊക്കെ ചെന്ന് പെട്രോൾ അടിക്കുമ്പോഴത്തേക്ക് ഫോറിനേഴ്സ് പെട്രോൾ അടിക്കാൻ നേരം നമുക്ക് വേറെ റേറ്റാണ്. നമുക്ക് വേറെ റേറ്റാണ്. 3 റിംഗറ്റ് തരത്തില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് അറിയത്തില്ല, നമ്മളതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുമില്ല. പുള്ളിയായിട്ട് കുറേ ഇങ്ങനെ സംസാരിച്ചു. പുള്ളി ഇതിപ്പം പെർ ഡേ എങ്ങനെ വിളിച്ചാൽ 200 അല്ലെ 250 റിംഗറ്റ്. പുള്ളി പെട്രോൾ അടിക്കുന്ന 50 റിംഗറ്റിനാണ് പെട്രോൾ അടിക്കുന്നത്. ഫുൾ ടാങ്ക് അടിക്കും. ഫുൾ ടാങ്കിന് 400 കിലോമീറ്ററൊക്കെ ഓടുമെന്ന് പുള്ളി പറഞ്ഞത്. ഇത് മലേഷ്യൻ ബ്രാൻഡ് കാറാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇവിടെ മൊത്തം ആ കാറാണ്. അങ്ങനെ ചീപ്പാന്ന് തോന്നുന്ന കാറ്. അങ്ങനെ പുള്ളി പറഞ്ഞു. ഞാൻ അന്നേരം പുള്ളിയോട് ചോദിച്ചു ഇന്തമാതിരി ജോബ് കിടക്കുമോ ഞങ്ങൾക്ക്. പക്ഷേ ഇൻ്റർനാഷണൽസിന് ആ ജോബ് നമ്മളിവിടെ നല്ല മഴ പെയ്തു കേട്ടോ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെ. നമുക്കപ്പം അങ്ങനത്തെ ജോബൊന്നും കിടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹോം ഡെലിവറി ഗ്രാബൊക്കെ പാർട്ട് ടൈം പോകാൻ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ ഒരു സീനും ഇല്ല. പക്ഷെ നമുക്ക് ഇവിടെ അലോഡ് ചെയ്യത്തില്ല. അലോഡായിരുന്നെന്നാണ് ഇന്നലെ ഞാൻ സംസാരിച്ചൊരു പുള്ളി എന്നോട് പറഞ്ഞു. പക്ഷെ ഇന്ന് അലോഡല്ലെന്ന്. ഇനി ഞാൻ റൂമിൽ ചെല്ലട്ടെ ഗൈസ്, റൂമിൽ ചെല്ലട്ടെ. ഞാൻ കാർഡ് വെച്ച് ആക്സസ് ചെയ്യുന്ന കാണിച്ചിട്ടില്ല. കാണിച്ചു തരാം. കാർഡ് കൊണ്ട് കളഞ്ഞാൽ ഇനി വഴക്കൂറേ. ഇനി എനിക്ക് പൈസ കൊടുക്കേണ്ടത്. ബ്രോ പൂളി ചാടണ്ടേ? അതിനാ ബ്രോയും വാ ബ്രോ. ഇതെന്താണ് ബ്രോ ഇങ്ങനെയൊക്കെ? അല്ല വൈകിട്ട് ചാടാന്ന്. അല്ല വൈകിട്ട് രാത്രി ചാടാം. എന്താണ് ബ്രോ ഒരു താല്പര്യമില്ലാത്ത? നമ്മളത് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ല എല്ലാവരും എന്തോ കുറച്ച് നോക്കുന്നു. ഇപ്പോൾ സംഭവം തന്നെ ഈ കാർഡ് വെക്കുക, ഇങ്ങനെ തട്ടുക, തുറക്കുക. ചിക്കൻ ജിമ്മിലാണ് കാണിച്ചു തരും പരിപാടി കാർഡിൻ്റെ. സൗണ്ട് കിട്ട് ഇനി പുള്ളി ചെയ്താണ് വലിക്കൂ. സോറി ഗൈസ്, ഞാൻ പെട്ടെന്ന് പുഷാക്കും. ഇനി ഞങ്ങൾ റൂമിൽ ചെല്ലട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ റൂമിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. എത്ര കളഞ്ഞിട്ട് സ്പേസ് ആവുന്നില്ല ഗൈസ് ഫോണിൽ. എന്നെ ചെയ്യുമെന്ന് അറിയില്ല. നമ്മൾ കുക്ക് ചെയ്യാൻ പോകും. ഇന്നലെ വെച്ച് ചിക്കൻ കറി ഒന്നും കൂടെ ഇറങ്ങി ഒന്നും കൂടെ സെറ്റപ്പ് ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് പാൻ വേണം, പിന്നെ മസാല മുളക് വേണം, കുറച്ച് ഗരം മസാലയും വേണം, കുറച്ച് കുരുമുളകും കൂടി വയ്ക്കട്ടെ, ഉപ്പ് വേണം, കുറച്ച് ഓയിൽ. ഇത് ഇവിടുത്തെ ഓയിലാണ് ഗൈസ്. ഉപ്പ് വേണം നോക്കിയിട്ടിടാം. ഇതാണ് ഗൈസ് അബ്രോഡ് ജീവിതം. ഇങ്ങനെയൊക്കെ ആയിരിക്കും അബ്രോഡ് ജീവിതം. റീലൊന്നും കാണുന്ന പോലെ ഒന്നും അല്ലായിരിക്കും കേട്ടല്ലോ. അല്ല എൻ്റെ റീലൊക്കെ എൻ്റെ റീലൊന്നും കേട്ടിട്ടില്ലേ. ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഞാൻ വ്ളോഗ് എന്നാലും ഒത്തിരി വലിച്ച് നീട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒന്ന് പോയി ഞാൻ അവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ അടുക്കളയിൽ
എല്ലാം എടുക്കണം. തവിയുണ്ട്, അത് മതി. അറിയത്തില്ല ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അടുത്ത ഓർക്കുന്നത്. ഇനി കിച്ചണിലോട്ട് പോട്ടെ കേസ്. ഇങ്ങനെയാണ് എബ്രോഡ് ജീവിതം. എല്ലാവരും ഇതൊക്കെ കണ്ടുപിടിച്ചു. ഞാനിവിടെ നമുക്ക് കുടിക്കാൻ ഭയങ്കര ക്ലോറിൻ വെള്ളമാണ് കേസ്. അതുകൊണ്ട് നമുക്ക് ചൂടാക്കും വെള്ളം. ചൂടാക്കിയിട്ട് ആറിയിട്ട് ചിലപ്പോൾ കുപ്പിയിൽ ഒഴിക്കും. ഇതിനകത്തുനിന്ന് ഇതുണ്ട്, ഇത് ഫിൽറ്ററാണ്. ഇങ്ങനെ തിരിച്ചാൽ ഇത് ഫിൽറ്റർ, ഇങ്ങനെ തിരിച്ചാൽ ഫിൽറ്റർ ഇല്ലാത്ത വെള്ളം. ഫിൽറ്റർ കയറി വന്നാൽ എന്നാ ഭയങ്കര ശോഭയാണ് ക്ലോറിൻ്റെ. ഇത് ഫിൽറ്റർ ചെയ്ത് വന്ന വെള്ളം വെച്ച് നേരം തുറന്ന് നോക്കും. എന്നിട്ട് ചൂടാക്കാൻ പറ്റും. എന്നിട്ട് ചൂടാക്കാൻ വെച്ചിട്ട് അതെടുത്ത് ആറി കഴിയുമ്പോൾ കുപ്പിക്കകത്തോട്ട് ഒഴിക്കും. ഇങ്ങനെയാണ് പരിപാടി. ഇതാണ് സംഭവം. ഇത് എണ്ണയും കൂടെ എടുത്തേക്കാം. ചിക്കൻ കറി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇനി റീമേക്ക് ദ ചിക്കൻ കറി. ഓക്കെ, ഇതോടെ തുറന്ന് നടക്കട്ടെ. ഓക്കെ, ലൈറ്റ് ഇട്ടാലേ നടത്തുന്നതായിരിക്കും. ഇനി ചൂടായിട്ട് ഇതിനകത്തുകൊണ്ട് വെക്കാം ഗൈസ്. ഓക്കെ, ഒന്ന് വാഷ് ചെയ്യട്ടെ. തന്നെ ഒരു പണി കിട്ടിയ കേസ്. ഞാൻ വെള്ളം ചൂടായിട്ട് എടുത്ത് ഇവിടെ വെച്ച് ഇതിന്ന് സ്ലിപ്പായിപ്പോയി. വെള്ളം മൊത്തം മറിഞ്ഞത് താഴെ പോയി. ഇപ്പോൾ ഇത്ര വെള്ളം എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇനി തൊടാൻ പറ്റുമെന്ന് ഇവിടുത്തെ നിലത്തോട്ട് ഒഴിക്കുക, വേറെ വഴിയില്ല. തക്കേന്ന പ്ലേറ്റും താഴെ പോയി. ഒന്ന് ക്ലീൻ ആക്കട്ടെ ഗൈസ്. ഓക്കെ, ഇതൊക്കെ എബ്രോഡ് ജീവിതം. നോട്ട് ഇറ്റ് ഗൈസ്. വെള്ളം വീണൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഇതിനകത്തൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. ഒന്ന് മെൽറ്റായിട്ട് എടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കുറച്ചും കൂടെ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കും. ഇത് ചിക്കൻ ഓവറായിട്ട് കുക്കായി പോയത്. ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ എടുത്ത് താഴെ വീഴുന്നില്ല, അതുപോലെ ആയിപ്പോയത്. അതുകൊണ്ട് ഞാൻ ഓവർ പറയുന്നില്ല, അടുത്ത് വരുമ്പോൾ കാണിക്കാം ഗൈസ്. ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് കുക്കായിപ്പോയി, വെന്ത് പോയിട്ട് പൊടിഞ്ഞു പോയി. കുക്കറി വെച്ച് എനിക്ക് പരിചയമില്ല. ഒരു പ്രാവശ്യം ഞാൻ അല്ലാതെ ഉണ്ടാക്കി നോക്കി. ഇനി ഇത് കുറച്ച് മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി സെറ്റപ്പ് ചെയ്തെടുക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ് ചിക്കൻ കറി. ഇനി എങ്ങനെയാവുമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി നോക്ക്, നല്ല കളറായില്ലേ. ചിക്കൻ ഭയങ്കരമായിട്ട് കുക്കായി പോയി. ഞാൻ ഫസ്റ്റ് ടൈം കുക്കറി വെക്കുന്നത്, അപ്പം ഇങ്ങനെയായി പോയി. അപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ ചിലതൊക്കെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഓക്കെ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ മുളക് പൊടിയൊക്കെ ഇന്നലെ ഇട്ട പറഞ്ഞ കളറൊന്നും കിട്ടാൻ. ഇനി വെക്കുമ്പോൾ കാണണം എടുക്കും ഞാൻ. അത് ഞാൻ പൊടിക്കും. അപ്പം നൈസാണ്, കുഴപ്പമില്ല. ഇനി മറ്റേ സാധനം മേടിക്കാൻ പോയിട്ടുണ്ട്, ചപ്പാത്തി എങ്ങാണ്ട്. അവനത് മേടിച്ചുകൊണ്ടെന്ന് ചുട്ടിട്ട് എൻ്റെ കൂടെ അങ്ങ് കഴിക്കും. ഇപ്പോൾ ഇവിടുത്തെ എത്ര മണിയായി? ഈ സമയമൊക്കെ തന്നെയായി. ഇവിടുത്തെ 5:30 കഴിച്ച് രാവിലെ ഇറങ്ങിപ്പോയതാ. ഇപ്പോഴാണ് വന്നത്. ഇവിടെ സമയം പെട്ടെന്ന് പോകുന്നത്. സമയം പോകുന്നതേ അറിയത്തില്ല. ഇത് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഓടിയിട്ടുണ്ട്. ഇത് ആ റൂമിൻ്റെ ബാൽക്കണിയാണ് ഗൈസ്. ഇതാ ചേച്ചിയുടെ ചേട്ടൻ്റെ റൂം. നമ്മുടെ റൂം അപ്പറേ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ റൂം. ഇത് റൂം, ഇത് ഹാള്. ഇത്ര മതി കുക്കി. ഇത് മൂടി വെക്കാൻ നമ്മുടെ പാത്രം ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ട്. ഇനി ഓഫ് ചെയ്തേക്കാം, ഇളക്കി കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, ഇനി അവൻ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. കുക്കർ തേച്ച് കഴുകുക. തേച്ച് കഴുകുന്ന നേരത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ച് അതിനി ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ഇവിടെ തന്നെ മൂടി വെക്കാം. നേരത്തെ പോലെ ഒരു താഴെ പോകും. അവിടെ കൊണ്ടുവച്ച ചിക്കൻ കറി അവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കഴുകട്ടെ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ഉച്ചക്കത്തെയും വൈകുന്നേരത്തെ എല്ലാം ഭക്ഷണം. അപ്പോൾ എങ്ങനെയുണ്ട് ചിക്കൻ? സെറ്റാക്കി കഴിഞ്ഞ് കൊള്ളാമല്ലേ? പറ, കൊള്ളാമില്ലേന്ന് പറ. ഗുഡ്. എങ്ങനെ ഷോർട്ടാക്കി എല്ലാം ഒതുക്കും. ഈ വ്യൂവും കണ്ടിരുന്ന് ഈ ഫുഡ് കഴിക്കാൻ പോകണം കേസ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കും. ഇനി കുറച്ച് നേരം കൂടെ വ്ലോഗ് കാണത്തുള്ളൂ, അത് കഴിയുമ്പോൾ എൻഡ് ചെയ്യും. ഓക്കെ, ഇനി AC ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇതുണ്ട്, ഈ AC കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നു വലിയ തണുപ്പൊന്നും വരത്തില്ല. പക്ഷെ നല്ല തണുപ്പ്, അത്യാവശ്യം തണുപ്പുണ്ടല്ലേ. ഇപ്പോൾ കൂളിംഗ് ഇല്ല അത്യാവശ്യം ACക്ക്. ഇത് കണ്ട ജാമുവിൻ്റെ, പക്ഷേ ഇത് ഓൾഡ് മോഡൽ AC-യാണ്. കണ്ടമാനം കറണ്ട് ബില്ലൊക്കെ വലിക്കുന്നതായിരുന്നു ഓർത്ത്. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ് കറണ്ട് ബില്ലൊന്നും വലിയായിട്ട് ആകത്തില്ല. AC വേണം ഫുൾ ഡേ ഇട്ടോളാൻ പറഞ്ഞു. അല്ലേ, ഇത് കറണ്ട് ബില്ല് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ റൂമിൻ്റെ റെൻറ്റ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ സീനില്ല. 8 മണിക്കൂർ വരെ ഒരു ദിവസം ഇടാം, സീനൊന്നുമില്ലെന്ന്. ഞങ്ങൾ വന്ന ഒരു ദിവസമൊക്കെ AC ഇടാതെ ഇതൊക്കെ തുറന്നിട്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ചേച്ചി വന്നിട്ട് പറഞ്ഞു, എടാ AC ഇട്ടു, നിങ്ങൾ തുറന്നിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ പറഞ്ഞേ. AC ഇടുന്നതുകൊണ്ടൊന്നും പ്രോബ്ലം ഇല്ല, ഒരു സീനും ഇല്ല, ഇട്ടു. കറണ്ട് ബില്ല് എന്നാലും എക്സ്ട്രാ ഒന്നും മേടിക്കും. 200-250 റിങ്കറ്റാണ് കറണ്ട് ബില്ല്
കൂടുവാണെങ്കിൽ നമ്മുടെ ഇവിടെ 60 റിങ്കറ്റ് പോലും കറണ്ട് ബില്ല് വരത്തില്ലെന്നാണ് ചേച്ചി പറഞ്ഞു. അപ്പോൾ നമുക്ക് റെൻറ്റ് കൊടുത്താൽ നമുക്ക് ഈ പൈസ മതി. ഇതാണ് ഗൈസ് ഈവനിങ് വ്യൂ. ഇതന്നെ മഞ്ഞാണോ? ക്ലൗഡ് കിട്ടോ? ഇതന്നെ ഇവിടെ കാണുന്നതെല്ലാം മലയാണ് ഗൈസ്. റൂമിൽ നിന്ന് നൈസ് വ്യൂ കേട്ടോ. വൈകിട്ടാകുമ്പോൾ മൊത്തം ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കുന്നതാണ്. ഇന്ന് നമ്മളാണ്ട് അവിടെ എവിടെയൊക്കെയാണ് പോയത്. ഇങ്ങനെയൊക്കെയാണ് പോയിട്ട് വന്നത്. അപ്പം ഈ വ്ളോഗ് എൻഡ് ചെയ്യാം ബ്രോ. ഓക്കെ, അപ്പോൾ ബ്രോ അവിടെ ഇരിപ്പുണ്ട്, ഞാനിവിടെ നിൽപ്പുണ്ട്. അപ്പം അടുത്ത മലേഷ്യ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. ബൈ.